സ്വന്തം ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഒരു ദിവസം കൂടെ കർത്താവിന്റെ പാദപീഠത്തിനടുത്ത് വരുവാൻ സഭയായി നമുക്ക് ഓരോരുത്തർക്കും ദൈവം ചെയ്ത എല്ലാ ദാനങ്ങളും ദൈവത്തെ സ്തുതിക്കുന്നു. സ്വന്തം ദൂരത്തും ചാരത്തുമായി കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് അധികമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഓൺലൈനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളുടെ മേൽ കർത്താവിന്റെ വലിയ സാന്നിധ്യം ഇറങ്ങി വരുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വ്യത്യസ്തമായ വചനത്തിലൂടെ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ ഇടയായി തീർന്നു. പല വിഷയങ്ങൾ ആഴത്തിൽ പഠിക്കുവാനായിട്ട് ഇടയായി തീർന്നു. കർത്താവ് നമ്മളെ വ്യത്യസ്തമായി നടത്തുന്നുവല്ലോ. കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് പോകുന്നതിന്റെ എല്ലാ ലക്ഷണങ്ങളും നമ്മൾ ലോകത്തിന്റെ സംഭവങ്ങളെ നമ്മൾ വീക്ഷിക്കുമ്പോൾ കാണുന്നുണ്ട്. ഇസ്രായേലും ഇറാനുമായിട്ടുള്ള യുദ്ധത്തിലേക്ക് അത് മുറുകയാണ്. അതിന്റെ ശക്തമായി വരുന്നു കഴിയുമ്പോൾ ഇസ്രായേലിന് സപ്പോർട്ട് ചെയ്ത ഒരു പക്ഷവും ഇറാന് സപ്പോർട്ട് ചെയ്ത് മറ്റൊരു പക്ഷവും കൂടെ കയറി വരും. എന്നാൽ ഇതൊക്കെ കണ്ടു തുടങ്ങുമ്പോൾ മനസ്സിലാക്കണം, ദൈവസഭയുടെ വീണ്ടെടുപ്പ് അടുത്തു എന്ന് തിരിച്ചറിയണം. നമ്മുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നു. അധികം നാളിനി ഭൂമിയിൽ ഇല്ല. അതുകൊണ്ട് ആത്മാവിൽ ബലപ്പെട്ട് ഒരുക്കപ്പെട്ടിരിക്കുവാൻ കാഹളം ധ്വനിക്കുമ്പോൾ കർത്താവിന്റെ സന്നിധി എടുക്കപ്പെടുവാൻ തക്കവണ്ണം ഒരുക്കമുള്ളവരായിട്ട് നമ്മൾ ഓരോരുത്തരും തീരണമേ. വിശുദ്ധ കാര്യങ്ങൾ ഉദ്യോഗത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. അതുകൊണ്ട് പകൽ നേരം ഒരുക്കപ്പെടുവാൻ, നമ്മുടെ ജീവിതം അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം നമുക്ക് ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. ഈ ദിവസങ്ങളിൽ ഇന്ന് 2 ദിവസമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ദൈവസന്നിധിയിൽ കാത്തിരിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ട ചില വാക്യങ്ങളിലൂടെ പോകുവാൻ ഞാൻ ക്രിസ്തുവിൽ ശരണപ്പെടുകയാണ്. എന്റെ ഉള്ളത്തോട് തൊട്ടതായിട്ടുള്ള ചില വിഷയങ്ങളെ ഞാൻ എടുക്കുവാൻ താല്പര്യപ്പെടുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ റോമാലേഖനം അതിന്റെ 5-ാം അധ്യായം, യേശുവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെടുന്ന ആ വലിയൊരു പദ്ധതി സ്വർഗീയ പിതാവ് പുത്രനെ അയക്കുന്നത് വഴിയായിട്ട് ലോകത്തിൽ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളിൽ പങ്കുള്ളവരായി തീരുന്നവർക്ക് എന്ത് സംഭവിക്കുന്നു? അവർ നീതീകരിക്കപ്പെടുന്നു എന്ന് പറഞ്ഞേരം ഞാൻ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം ഇത് തന്നെയാണ്. പുത്രനാകുന്ന യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെടുമ്പോൾ നമ്മെ വീണ്ടെടുക്കുന്നത് എന്തിൽ നിന്നാണ് എന്ന് നമുക്ക് ചിന്തിക്കുവാൻ ഇടയായി തീരണം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെടുന്നവർ, വീണ്ടെടുക്കപ്പെടുന്നവർ ഏതിൽ നിന്നാണ് അവരെ രക്ഷിക്കുന്നത്? അവരുടെ സ്ഥിതി എന്തായി തീരും? എന്നാൽ ഏത് സ്ഥിതിയിൽ നിന്നാണ് അവരെ വീണ്ടെടുത്തത്? ഇന്ന് നമ്മളിത് വളരെ ആഴമായിട്ട് നമ്മളൊന്ന് ചിന്തിക്കേണ്ട വിഷയമാണ്. യേശു ക്രിസ്തുവിന്റെ രക്തത്താലുള്ള നീതീകരണം എന്ന വിഷയം വളരെ ആഴമാണ്. രക്ഷിക്കപ്പെട്ട ദൈവകൃപയിൽ വരുന്നവർ തിരിച്ചറിയണം. എന്നെ വളരെ ചിന്തിപ്പിച്ചൊരു കാര്യം, ഇന്ന് 2 ദിവസമായി നമ്മൾ ചിന്തിക്കുന്ന ഒരു സങ്കീർത്തനമായിരുന്നു 34-ാം സങ്കീർത്തനം, അല്ലെ? 34-ാം സങ്കീർത്തനത്തില് അതിന്റെ 1 മുതൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനകത്ത് പ്രധാനപ്പെട്ട വാക്യം ദാവീദ് പാടി ആരാധിക്കുന്ന ഭാഗമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ദാവീദ് അവിടെ പറയുന്നത്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേൽ ഇരിക്കും എന്ന ഭാഗമാണ് ഇവിടെ പറഞ്ഞത്. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേൽ ഇരിക്കും. എന്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു, എളിയവർ അത് കേട്ട് സന്തോഷിക്കും. മനസ്സിലാക്കണം, ഇവിടെ ഈ സങ്കീർത്തനത്തില് നമ്മൾ വായിക്കുമ്പോൾ ദാവീദ് ദൈവത്തിന്റെ പ്രവർത്തികളെ വർണ്ണിച്ച് ആരാധിക്കുന്ന, മഹത്വപ്പെടുത്തുന്ന സങ്കീർത്തനമാണ് നമ്മൾ ഈ കാണുന്ന 34-ാം സങ്കീർത്തനം. ഇതിൽ ദൈവത്താൽ വിളിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്തെടുത്ത നന്മകളെ അത് പ്രഖ്യാപിക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഈ കാണുന്ന ഈ സങ്കീർത്തനം 34 എന്ന് പറയുന്നത്. ഈ സങ്കീർത്തനത്തിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ദൈവത്തിന്റെ പദ്ധതികളെ ഓർത്ത് മഹത്വപ്പെടുത്തുന്നത് ആരാണെന്ന് വളരെ ചിന്തിക്കണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ പോകുന്നത്. വളരെ 34-ാം സങ്കീർത്തനത്തിന്റെ അകത്ത് അവിടെ വായിക്കുന്നത് അതിന്റെ വായിക്കുന്നത്, എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവിൻ, നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി. അവന്റെ സകല ഭയങ്ങളിൽ നിന്നും അവനിലേക്ക് നോക്കിയവർ പ്രകാശിതരായി ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു.
യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. ഇവിടെ ഈ വാക്യം വായിക്കുമ്പോൾ ഇത് ആരെ കുറിച്ചാ പറയുന്നതെന്ന് ഇച്ചിരി വ്യക്തമാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ 34 സങ്കീർത്തനത്തിന്റെ സ്തോത്രം അതിന്റെ 17 മുതൽ വായിക്കണം. അവിടെ വായിച്ചേ 17 വായിച്ചേ, 17 മുതൽ വായിച്ചേ. നീതിമാൻ നിലവിളിച്ചു. നീതിമാന്മാർ, ശ്രദ്ധിക്കണം, നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു. ഇവിടെ ശ്രദ്ധിക്കണം, ദാവീദ് വളരെ ശക്തമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. ആരുടെ നിലവിളിക്കാണ് ദൈവത്തിന്റെ ചെവികൾ തുറന്നിരിക്കുന്നത്? യഹോവയുടെ ചെവികൾ തുറന്നിരിക്കുന്നത് തന്റെ ഭക്തന്മാരുടെ, നീതിമാന്മാരുടെ പ്രാർത്ഥനയ്ക്ക് മാത്രമാണ്. ദൈവത്തിന്റെ ശ്രദ്ധ അതിലേക്ക് തിരികെയുള്ളൂ. ആമേൻ. അവിടെ വായിക്കുമ്പോൾ നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പുതിയ നിയമ വെളിച്ചത്തിന്റെ പുതിയ നിയമ സഭയുടെ വെളിച്ചത്തിൽ ആരാണ് നീതിമാന്മാർ? ദൈവസഭയ്ക്കകത്ത് ദൈവസഭ എന്ന ആ വലിയ പദ്ധതിയില് കടന്നു വരുമ്പോൾ ഇവിടെ നമ്മൾ തിരിച്ചറിയണം നീതിമാന്മാർ ആരാണെന്ന്. ഇപ്പോൾ വളരെ ശ്രദ്ധിക്കണം, ദാവീദ് ഇവിടെ വ്യക്തമായി പാടുന്ന ഒരു കാര്യം, നമ്മളെല്ലാം ആരാധിക്കുകയും പാടുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. അപ്പൊ ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്, നീതിമാന്മാർക്ക് മാത്രമേ വിടുതൽ ഉണ്ടാകത്തുള്ളൂ. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നീതിമാന്മാർക്ക് വിടുതൽ ഉണ്ടാകത്തുള്ളൂ. അടുത്ത് ശ്രദ്ധിക്കണം, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. ആരുടെ ഹൃദയത്തെ കുറിച്ചാ പറയുന്നതെന്ന് അറിയാമോ? ആരുടെ മനസ്സെ കുറിച്ചാ? നീതിമാന്മാരുടെ ഹൃദയത്തെ കുറിച്ചാ പറയുന്നത്. നീതിമാന്മാരുടെ മനസ്സിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ പലരും ഈ വചനങ്ങൾ കേൾക്കുമ്പോൾ ഇതെല്ലാരും എടുത്തങ്ങോട്ട് കാച്ചും. എന്താ പറയുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ ഉള്ളം തകർന്നായിരിക്കുന്നു, അതുകൊണ്ട് എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. മനസ്സിലാകുന്നുണ്ടോ? അത് അടുത്ത് പറയുന്നത്, എന്റെ മനസ്സ് തകർന്നായിരിക്കുന്നത്, അതുകൊണ്ട് ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കും. കേൾക്കുമോ ഇല്ലയോ എന്ന് ദാവീദ് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇവിടെ. ആ വാക്യത്തിന് ശേഷം നമ്മൾ ചില ഭാഗം ചിന്തിക്കണം. അതുകൊണ്ട് അടുത്ത വാക്യം വായിച്ചേ. സ്വതം അവിടെ പറയുന്നത്, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. അടുത്തത്, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാവുന്നു. എന്താ കാരണം? നീതിമാൻ ദുഃഖിക്കുമ്പോൾ അവന് വിടുതലുണ്ട്. നീതിമാന്റെ ഹൃദയം നുറുങ്ങുമ്പോൾ അവന് വിടുതലുണ്ട്. യഹോവ അവന് സമീപസ്ഥനാണ്. അടുത്തത്, നീതിമാന്റെ മനസ്സ് സ്തോത്രം തകരുമ്പോൾ കർത്താവ് അവന് രക്ഷിക്കും. അതുകൊണ്ടാണ് നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാണെന്ന് പറയുന്നത്. ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ എന്തെങ്കിലും വിഷയത്തിൽ ഭാരപ്പെട്ടത് കൊണ്ട് എന്റെ ഹൃദയം ഭാരപ്പെട്ടതിന്റെ വെളിച്ചത്തിൽ എന്റെ ഭാരത്തിന്റെ അനുഭവത്തിൽ നിന്ന് നിലവിളിച്ച ദൈവം കേൾക്കുമെന്ന് ദാവീദ് പറയുന്നില്ല. ആമേൻ. പാപത്തിലിരിക്കുന്നവന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. അടുത്തത് വായിച്ചേ. അപ്പോ നീതിമാന്മാർക്ക് മാത്രമാണ് ഈ പ്രത്യാശയുള്ളൂ. അവരെ എല്ലാത്തിൽ നിന്നും ദൈവം അവരെ വിടുവിക്കും. അവർക്ക് വിടുതലുണ്ട്. ആർക്ക്? നീതിമാന്മാർക്ക്. അടുത്ത് വായിച്ചേ. അവന്റെ അസ്ഥികളെയെല്ലാം അവൻ സൂക്ഷിക്കുന്നു. അവന്റെ അസ്ഥികളെയെല്ലാം അവൻ വ്യക്തമാക്കി കാണിച്ച സംഭവം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണമാണ്. ഒരസ്ഥി പോലും ഒടിയാതെ വണ്ണം. മനസ്സിലാകുന്നുണ്ടോ? പടയാളികളൊന്നും മരിച്ചു പോയത് കൊണ്ട് അവനെ കാലൊടിച്ച് ക്രൂശിൽ നിന്ന് ഇറക്കണം. എല്ലാരും ഇടതും വലതും കിടക്കുന്ന കള്ളന്മാരുടെ കാലൊടിച്ച് അവരെ ഇറക്കി. കർത്താവിന്റെ അടുക്കൽ വന്ന് കാലൊടിക്കുവാനായിട്ട് വന്നപ്പോൾ അവൻ മരിച്ചു പോയത് കണ്ട് കാലൊടിച്ചില്ല, അവനെ അവിടെ നിന്ന് ഇറക്കുവാണ് ചെയ്തത്. അപ്പൊ ആ പ്രവചനം അതുപോലെ സൂക്ഷിച്ചെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം, നീതിമാന്മാരെ ദൈവം സൂക്ഷിക്കുന്നുണ്ട്. ആമേൻ. ഇവിടെ തിരിച്ചറിയേണ്ട ഒരു കാര്യം, നീതിമാന്മാരെ അവൻ സൂക്ഷിക്കുന്നുണ്ട്. ആമേൻ. അവിടെ വായിക്കുന്നത്, അവ എല്ലാത്തിൽ നിന്ന് യഹോവ അവനെ വിടുവിക്കുന്നു. അവന്റെ അസ്ഥികളെല്ലാം അവൻ സൂക്ഷിക്കുന്നു, അവയിലൊന്നും ഒടിഞ്ഞു പോകുകയില്ല. 21 അനർത്ഥം. അപ്പോൾ ശ്രദ്ധിക്കണം, നീതീകരിക്കപ്പെടാത്തവൻ ആരോ അവനാണ് ദുഷ്ടൻ. ശ്രദ്ധിക്കണം, യേശുവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെടാത്തവൻ ആരാണോ അവനാണ് ദുഷ്ടൻ എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അപ്പൊ അവിടെ വായിക്കുന്ന വാക്യം, അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു. ശ്രദ്ധിക്കണം, അനർത്ഥം. അപ്പൊ അനർത്ഥത്തിൽ നിന്ന് വിടുതൽ ആർക്കേ ഉള്ളൂ? നീതിമാന്മാർക്ക് മാത്രമേ വിടുതലുള്ളൂ. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നു, ആ നീതീകരിക്കുന്ന ദൈവത്തെ കുറിച്ചാണ് നമ്മൾ തിരിച്ചറിയാൻ പോകുന്നത്. ആരാണ് ഈ ഭൂമിയിലെ നീതിമാന്മാര്?
സ്വതന്ത്രം ഇവിടെ കവലയിലേക്ക് ഇറങ്ങി മകനെ നീ നീതിമാനാന്ന് ചോദിച്ചാൽ അല്ലെന്ന് ആരും പറയില്ല. എല്ലാവരും വിശുദ്ധന്മാരാണേ പറയുള്ളൂ. പക്ഷെ പുസ്തകം ദൈവവചനം അങ്ങനെ പറയുന്നില്ല. ആരാണ് അശുദ്ധൻ, ആരാണ് വിശുദ്ധൻ എന്ന് വ്യക്തമായി വെളിപ്പെടുത്തുന്നതാണ് നമ്മുടെ തിരുവെഴുത്ത് എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? എന്തിന്റെയെങ്കിലും പിന്നാമ്പുറത്തുകൂടെ അതിന്റെ ഓഹരി പിടിച്ചു പറ്റാമെന്ന് വെച്ച് ചെന്നാൽ പ്രാപിക്കാത്ത ഒരു പദ്ധതി ഉണ്ടെങ്കിൽ അത് തിരുവെഴുത്ത് മാത്രമേ ഉള്ളൂ, ദൈവ പദ്ധതി മാത്രമേ ഉള്ളൂ. ചട്ടപ്രകാരം പോരാടാനാണ് ദൈവത്തിന്റെ വചനം നമ്മളെ സ്വന്തം ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആമേൻ. വിശുദ്ധ കരങ്ങൾ ഉദ്യോഗത്തിന് മഹത്വപ്പെടുകയാണ്. അപ്പോൾ ഈ വാക്യം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ വായിച്ചവിടെ നിർത്തുന്ന അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു, നീതിമാനെ പകയ്ക്കുന്നവർ ശിക്ഷ അനുഭവിക്കും. അടുത്തത് യഹോവ തന്റെ ഭക്തന്മാരുടെ പ്രാണനെ വീണ്ടുകൊള്ളുന്നു, അവനെ ശരണമാക്കുന്നവരാരും അപ്പൊ ശിക്ഷ അനുഭവിക്കുകയില്ല. അപ്പോൾ ശിക്ഷ ഈ ഭൂമിയിൽ ഉണ്ട്. സ്തോത്രം. ശിക്ഷ ഈ ഭൂമിയിൽ ഉണ്ട്. നമുക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. റോമാലേഖനം 5-ാം അധ്യായം സ്തോത്രം അതിന്റെ സ്തോത്രം 8 മുതൽ വായിച്ചാട്ടെ. 5-ന്റെ 8. റോമാലേഖനം 5-ാം അധ്യായം 8-ാം വാക്യം. ഇവിടെ ശ്രദ്ധിക്കണം. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് വരച്ചു കാണിക്കുന്ന ഒരു യാഥാർത്ഥ്യം, സ്വർഗീയ പിതാവ് തന്റെ സ്നേഹം എങ്ങനെയാ വെളിപ്പെടുത്തുന്നത്? ഇവിടെ വചനം പറയുന്നു, സ്തോത്രം, ക്രിസ്തുവോ നാം പാപികൾ ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ അപ്പോൾ നാം പാപികളായിരിക്കുമ്പോൾ തക്ക സമയത്ത് നമുക്ക് വേണ്ടി ദൈവപുത്രൻ മരിച്ചു. ആമേൻ. നമുക്ക് വേണ്ടി പുത്രനാകുന്ന യേശു ക്രിസ്തു കാൽവറിയിൽ സ്വതം തകർക്കപ്പെട്ടു. അപ്പൊ യേശു ക്രിസ്തു കാൽവറിയിൽ തകർക്കപ്പെട്ടത് കൊണ്ട് സ്തോത്രം അവന്റെ ശരീരയാകത്താലാണ് സ്തോത്രം ഹല്ലേലൂയ ഭൂമിയിൽ വിശുദ്ധൻ മനുഷ്യർക്ക് വിടുതൽ വരുവാൻ ഇടയായി തീർന്നത്. അവന്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കണം. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ് പിതാവായ ദൈവത്തിന്റെ സ്നേഹം എന്ന് ചോദിച്ചാൽ, എന്നെ വെറുതെ എങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്ന ഒരു സ്നേഹത്തെ കുറിച്ചല്ല വചനം പറയുന്നത്. തന്റെ മടിയിലിരുന്ന പ്രിയപുത്രനെ ലോകത്തിലേക്ക് അയച്ച് സകല മനുഷ്യരുടെയും പാപപരിഹാരത്തിന് വേണ്ടി അവനെ കാൽവറിയിൽ തകർത്ത് കളഞ്ഞത് പിതാവിന്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുന്നതാണ്. അതായത് പിതാവിന്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ പുത്രനെ കാൽവറിയിൽ തകർത്തു. അത് പിതാവിന്റെ സ്നേഹത്തെ വരച്ചു കാണിച്ചതാണ്. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ പിതാവ് തന്റെ പുത്രന്റെ മേൽ നമ്മുടെ അകൃത്യത്തെ ചുമത്തി അവനെ കാൽവറിയിൽ തകർത്തപ്പോൾ പിതാവ് മനുഷ്യരാകുന്ന നമ്മളെ സ്നേഹിച്ചു എന്നുള്ളത് പ്രദർശിപ്പിച്ച രംഗമാണ് കാൽവറി മരണം, യേശു ക്രിസ്തുവിന്റെ കാൽവറി മരണം എന്നുള്ളത്. അപ്പോൾ അടുത്ത വാക്യം വായിക്കുന്നത് സ്തോത്രം അവന്റെ രക്തത്താൽ. അപ്പൊ ശ്രദ്ധിക്കണം, യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ഇവിടെ ശ്രദ്ധിക്കണം. നമ്മൾ നീതിമാന്മാരെ കുറിച്ച് 34-ാം സങ്കീർത്തനം പറയുമ്പോൾ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന കാര്യം, ഇവിടെ യേശുവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെടുക. ഇവിടെ വ്യക്തമായി പറയുന്ന കാര്യമാണ്, യേശുവിന്റെ രക്തത്താൽ. ആമേൻ. അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ ആമേൻ. അപ്പോൾ മനസ്സിലാക്കണം, ഇവിടെ ഒരു കോപത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ആരുടെ കോപമാണ്? പിതാവായ ദൈവത്തിന്റെ കോപത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിക്കണം, അവിടെ ഒരു കോപത്തെ കുറിച്ച് പറയുന്നുണ്ട്. ആ കോപം പിതാവായ ദൈവത്തിന്റെ കോപമാണ്. ആ പിതാവായ ദൈവത്തിന്റെ കോപത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കേണ്ടതിനാണ് പുത്രനെ ലോകത്തിലേക്ക് അയച്ച് പുത്രന്റെ മേൽ നമ്മുടെ അകൃത്യം ചുമത്തി പുത്രനെ ക്രൂശിച്ചത്, പുത്രനെ തകർത്ത് കളഞ്ഞത് പിതാവായ ദൈവം നമ്മളുള്ള സ്നേഹത്തെയാണ്. അപ്പോൾ പുത്രനെ തന്റെ ഏകജാതനാകുന്ന പുത്രനെ സ്വന്തം മാനിക്കാതെ ഗൗനിക്കാതെ അവനെ നമുക്ക് വേണ്ടി തകർത്ത പിതാവിന്റെ സ്നേഹം നമുക്ക് പ്രത്യക്ഷമായി. പുത്രനെ നൽകിയതിലും വലുതായിട്ട് ഒരു ഗിഫ്റ്റും മനുഷ്യർക്ക് ഭൂമിയിൽ ദൈവം തരാനില്ലെന്ന് മനസ്സിലാക്കണം. ഭൂമിയിലെ മനുഷ്യർക്ക്
ദൈവപുത്രനെ പിതാവ് നൽകുന്നതിലോ അധികമായിട്ട് വലിയൊരു ഗിഫ്റ്റ് കിട്ടുവാനില്ല. പ്രിയപുത്രനെ കാൽവരി തകർക്കേണ്ടതിന് അയച്ചതിനും വലിയ ഒരു ദാനം മറ്റൊന്നുമില്ലെന്ന് മനസ്സിലാക്കണം. കരങ്ങൾ ഉയർത്തി ദൈവത്തിന്റെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അപ്പൊ ആ രക്ഷ അനുഭവം ഉള്ളവർക്ക് മാത്രമേ ഈ സത്യങ്ങളെ ഗ്രഹിക്കാൻ സാധിക്കത്തുള്ളൂ. ഒന്ന്. രണ്ടാമത് ഇവിടെ പറഞ്ഞു ഒരു ദൈവത്തിന്റെ കോപത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അവിടെ പറഞ്ഞിരിക്കുന്നു അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. അപ്പൊ കോപത്തിൽ നിന്നാണ് രക്ഷിക്കപ്പെടേണ്ടത്. നമ്മളെല്ലാം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ രക്ഷിക്കപ്പെട്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്ന് ചോദിച്ചാൽ ചിലരുടെ നെറ്റി അങ്ങ് ചുളിയും. എന്നതായി പറയുന്നേ, എന്നതായി ചോദിക്കുന്നേ മനസ്സിലാകത്തില്ല. ഇതാണ് ആ ചോദ്യത്തിന്റെ ആധികാരികമായ വാക്യം എന്ന് പറയുന്നത്. രക്ഷിക്കപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ദൈവകോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടോ എന്നാ ചോദ്യം. മനസ്സിലാവുന്നുണ്ടോ? ദൈവകോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടോ? ദൈവകോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവർക്ക് മാത്രമാണ് പുത്രനെ പിതാവ് നൽകിയതിന്റെ കാരണം അറിയത്തുള്ളൂ. കാരണം ഞാൻ രക്ഷിക്കപ്പെടുന്നത് പിതാവിന്റെ കോപത്തിൽ നിന്നാണ്. മുഴുലോകം പാപത്തിന് കീഴിൽ കിടക്കുമ്പോൾ അതിൽ നിന്ന് പ്രിയപുത്രന് നൽകിക്കൊണ്ട് എന്റെ അകൃത്യത്തിന് പരിഹാരം വരുത്തിയെങ്കിൽ പിതാവിന്റെ കോപത്തിൽ നിന്നാണ് പുത്രന്റെ രക്തം മുഖാന്തരം എനിക്ക് വിടുതൽ നൽകിയിരിക്കുന്നത്. എന്നെ പിശാചിന്റെ മുഖം കണ്ട് പേടിപ്പിക്കുകയല്ല, പിതാവിന്റെ കോപത്തിന്റെ മുമ്പിൽ നിന്നാണ് രക്ഷിച്ചിരിക്കുന്നത്. മനസ്സിലാക്കണം. അപ്പോൾ സ്വർഗീയ പിതാവ് ആരാണെന്ന് മനസ്സിലാക്കണം. പിതാവിന്റെ കോപത്തീയുടെ മുമ്പിൽ നിന്നാണ് രക്ഷിക്കപ്പെടുന്ന ഏതൊരു ദൈവമൈതലും സ്തോത്രം ഹാലലുയ സേഫ് ആകുന്നത്. ആമേൻ. സുരക്ഷിതമാകുന്നത് പിതാവിന്റെ കോപത്തിൽ നിന്നാണ് രക്ഷിക്കപ്പെടുന്നത്. അനേകർക്ക് ഇത് അറിയത്തില്ല. ചിലരിരിക്കുന്നത് സാത്താന്റെ പോരാട്ടത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് രക്ഷിക്കപ്പെടുന്നത്. അല്ല, പിതാവായ ദൈവത്തിന്റെ കോപത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കാനാണ് നിന്നെ രക്ഷിച്ചിരിക്കുന്നത്. ചിലര് തെറ്റായിട്ട് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. പിതാവായ ദൈവത്തിന്റെ കോപം മുഴുലോകവും പാപത്തിന് അധീനതയിലായി കിടക്കുമ്പോൾ ദൈവത്തിന്റെ നീതി ഭൂമിയിൽ ഒരു വിധത്തിലും വെളിപ്പെടാതിരിക്കുമ്പോൾ ദൈവത്തിന്റെ രാജ്യം സ്ഥാപിക്കേണ്ടതിന് വേണ്ടത് പ്രിയപുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. പ്രിയപുത്രനെ അറുത്തിട്ടല്ലാതെ, പ്രിയപുത്രന്റെ രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ ഒരിക്കലും മാനവരാശിയുമായിട്ട് പിതാവായ ദൈവത്തിന് സഖ്യതയില്ലാത്ത നിലവാരത്തിൽ മനുഷ്യർ വഴിതെറ്റി പോയിരുന്നു എന്ന് വേണം മനസ്സിലാക്കുവാൻ. ഒരിക്കലും മനുഷ്യന്റെ മാനസിക നിലകൾ കൊണ്ടോ ചിന്താഗതികൾ കൊണ്ടോ ദൈവത്തെ ഗ്രഹിക്കുവാൻ കഴിയാത്ത സ്ഥിതിയിലായി കിടന്നു മാനവരാശി. അവരിൽ നിന്ന് രക്ഷിച്ചെടുക്കേണ്ടതാണ് ദൈവം തന്റെ പ്രിയപുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. നമ്മ ആവർത്തിച്ച് ദൈവപുത്രനെ ലോകത്തിലേക്ക് അയച്ചതിനെ കുറിച്ച് പറയുവാനുള്ള കാരണം മറ്റൊന്നുമല്ല, ഈ പ്രിയപുത്രനെ കാൽവരി തകർത്തതിന്റെ മഹത്വം രക്ഷിക്കപ്പെട്ടവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. രക്ഷിക്കപ്പെടുന്നത് എന്തിൽ നിന്നാണ്? പിതാവിന്റെ കോപത്തിൽ നിന്നാണ് രക്ഷിക്കുന്നത്. ആ കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവർക്ക് മാത്രമാണ് രക്ഷ അനുഭവമാകുന്ന പ്രിയപുത്രനെ കാൽവരിയിൽ തകർത്തതിന്റെ രഹസ്യങ്ങൾ പരിശുദ്ധാത്മാവ് അവർക്ക് വെളിപ്പെടുകയുള്ളൂ. അപ്പോൾ ഇന്ന് പകരന്മാർ രക്ഷയുടെ അനുഭവം ലഭിച്ചവർ കരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ഈ രക്ഷയുടെ അനുഭവം ഉള്ളവർക്ക് മാത്രമേ ദൈവത്തെ സ്തോത്രം മഹത്വപ്പെടുത്തുവാനായിട്ട് കഴിയത്തുള്ളൂ. ഒരിക്കലും പിശാചിന്റെ മുമ്പിലല്ല, പിതാവിന്റെ മുമ്പിൽ നിന്നാണ്, പിതാവിന്റെ കോപത്തിൽ നിന്നാണ് സ്തോത്രം പുത്രന്റെ രക്തം മുഖാന്തരം രക്ഷ പ്രാപിക്കുന്നത് മനസ്സിലാക്കുക. ആമേൻ. ഹല്ലേലൂയ. അനേകം രക്ഷിക്കപ്പെടാതിരിക്കുന്നുണ്ട്. അതിന്റെ കാരണങ്ങൾ ഞാൻ ഇനി പറയാം. അടുത്ത വാക്യങ്ങൾ വായിച്ചേ. ഇവിടെ ശ്രദ്ധിക്കണം, ഭൂമിയിൽ കുഞ്ഞാന്റെ രക്തത്താൽ കഴുകപ്പെടാത്തവരെ എല്ലാം നല്ലവരും നല്ല വചനം പറയുന്നത് ശത്രുക്കൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലാക്കണം. പുത്രന്റെ രക്തത്താൽ കഴുകപ്പെടാത്തവരെ തിരുവെഴുത്ത് വിളിക്കുന്നത് ശത്രുക്കൾ. ഞാനും നിങ്ങൾ ഒരിക്കൽ ശത്രുക്കളായിരുന്നു. ഈ നാമം ധരിച്ച് സ്വന്തം കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൽപ്പനകളെ അനുസരിച്ച് സ്വന്തം അവന്റെ കൽപ്പനയാകുന്ന സ്നാനവും പരിശുദ്ധാത്മാഭിഷേകവും പ്രാപിച്ച് തിരുവെഴുത്ത് അനുസരിച്ച് ദൈവാത്മാവിനെ അനുസരിച്ച് അനുഗമിക്കുവാൻ കാരണമായി തീർന്നത് കാരണം ഞാൻ ഒരിക്കൽ ഈ നാമത്തിൽ കർത്താവിന് ശത്രുവായിരുന്നു. അപ്പൊ ചോദിക്കുന്ന, ഞാനൊരു മനുഷ്യനൊരു ഉപദ്രവം ചെയ്തിട്ടില്ലല്ലോ, ഞാൻ മോഷ്ടിച്ചിട്ടില്ലല്ലോ, മറ്റൊരുവന്റെ പിടിച്ചു പറിച്ചിട്ടില്ലല്ലോ, മറ്റൊരുവനെ യാതൊരു രീതിയിൽ ഭാരപ്പെടുത്തിയിട്ടില്ലല്ലോ, ഞാൻ സ്ഥിരമായിട്ട് ദൈവസ്ഥലത്തിൽ പ്രാർത്ഥിക്കുന്ന ആളല്ലോ, ഞങ്ങൾ പാട്ട് പാടുന്ന ആളല്ലോ. നിന്നെ തിരുവെടുത്ത് വിളിക്കുന്ന വേറെന്നാണെന്നറിയോ? ശത്രു എന്നാണ്. തിരുവെഴുത്തിന് പ്രകാരം ഈ ശത്രുവാണ്. കുഞ്ഞാടിന്റെ രക്തത്തിൽ കഴുകപ്പെടുന്നില്ലെങ്കിൽ പിതാവിന്റെ മുമ്പാകെ നീ ശത്രുവായിട്ട് കണക്കാക്കപ്പെടുന്നു എന്ന് തിരുവെഴുത്ത് വ്യക്തമാക്കുകയാണ്. ഹല്ലേലൂയ. ആ വാക്യം ഒന്ന് വായിച്ചേ. നിങ്ങൾ ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ
മരണത്താൽ ആ ദൈവത്തോട് നിരപ്പ് വന്നു എങ്കിൽ അപ്പോൾ ശ്രദ്ധിക്കണം, ഈ ശത്രുത്വം മാറുന്നത് യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടെങ്കിൽ മാത്രമേ ശത്രുത്വം മാറുന്നുള്ളൂ എന്ന് തിരിച്ചറിയണം. ഹല്ലേലൂയ. ശത്രുത്വം മാറുന്നത് കുഞ്ഞാന്റെ രക്തത്താൽ കഴുകപ്പെട്ടെങ്കിൽ മാത്രമേ ശത്രുത്വം മാറുന്നുള്ളൂ. ആമേൻ. അപ്പോൾ അതുവരെ ദൈവത്തിന് ശത്രുക്കളായിട്ടായിരിക്കുന്നത്. ശത്രുക്കളെ ദൈവം തകർക്കും, വഴിയിൽ തള്ളിയിടും. അതാണ് 34 സങ്കീർത്തനം പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അവിടെ വായിക്കുന്ന വാക്യം, ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു എങ്കിൽ, അപ്പോൾ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞ എന്നാണ്? ദൈവത്തിന്റെ മുമ്പിൽ കോപത്തിന്റെ മുമ്പിൽ നിന്ന്, ദൈവകോപത്തിൽ നിന്ന് ദൈവകൃപയിലേക്ക് നമ്മളെ ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു പദ്ധതിയാണ് പുത്രന്റെ രക്തത്താൽ കഴുകപ്പെടുമ്പോൾ ഒരു മനുഷ്യാത്മാവിൽ സംഭവിക്കുന്നത്. മനസ്സിലാക്കണം. ദൈവക്രോധത്തിൽ നിന്ന്, ദൈവകോപത്തിൽ നിന്ന് ദൈവകൃപയിലേക്ക് നിന്നെ ഷിഫ്റ്റ് ചെയ്യുകയാണ്. എങ്ങനെ? യേശുവിന്റെ രക്തത്താൽ. അപ്പോൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ടോ എന്ന് ചോദിക്കുന്നത്. ഏതിൽ നിന്ന് രക്ഷിക്കപ്പെട്ടോ? ദൈവകോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടോ? ഇതാണ് ആ വാക്യങ്ങൾ. വായിച്ചോ. നിങ്ങൾ ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു എങ്കിൽ നിരന്ന ശേഷം അവന്റെ ജീവനാൽ എത്ര അധികമായി നാം അപ്പോൾ രക്ഷിക്കപ്പെടും. മനസ്സിലാവുന്നു? രക്ഷിക്കപ്പെടുന്നപ്പോൾ ആ സ്നാനത്തോടുകൂടി രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞു. പക്ഷെ ഈ രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ നാം തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കണം. ഇത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നടക്കണം. അപ്പോൾ സ്തോത്രം, നാം മുമ്പേ ശത്രുക്കളായിരുന്നു, ഇപ്പോൾ പുത്രൻ നിമിത്തം നമ്മൾ പിതാവിന് പ്രിയപ്പെട്ടവരായി തീർന്നിരിക്കുകയാണ്. ഒറ്റ കാരണമല്ല, യേശുവിന്റെ രക്തത്തിലൂടെ പിതാവ് നോക്കുമ്പോൾ നമ്മുടെ അകൃത്യങ്ങൾ കഴുകപ്പെട്ട് യേശു ക്രിസ്തുവിനോടുകൂടെ നിൽക്കുവാൻ തക്കവണ്ണം സ്വർഗീയ പിതാവ് നമ്മളെ കഴുകി വെടിപ്പാക്കിയിരിക്കുകയാണ്. അപ്പോൾ മനസ്സിലാക്കുന്ന, പിതാവിന്റെ കണ്ണിൽ ഒരിക്കൽ നമ്മൾ ശത്രുക്കളായിരുന്നു. ആമേൻ. പിതാവിന്റെ കോപത്തിന് കീഴിലായിരുന്നു നാം. അതിൽ നിന്നാണ് സ്വർഗീയ പിതാവ് നമ്മളെ രക്ഷിച്ചെടുത്തത്. വിശുദ്ധ കർമ്മത്തെ മഹത്വപ്പെടുത്തിയാതെ. ഹല്ലേലൂയ. അപ്പോൾ ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ അവന്റെ പുത്രന്റെ മരണത്താൽ. ശ്രദ്ധിക്കണം, നമ്മുടെ ആരാധനകൾ, പ്രാർത്ഥനകൾ, സ്തോത്രഗീതങ്ങളല്ല പുത്രന്റെ മരണത്തെ ഉയർത്തുന്നത് തന്നെയാകണം. കാര്യം ആ പുത്രന്റെ മരണത്തിലാണ് കോപത്തീയിൽ നിന്ന് എന്നെ കൃപയും കരങ്ങളിലേക്ക് എടുത്തു വെച്ചത്. പുത്രന്റെ മരണ നിമിത്തമാണ്. അപ്പോൾ പുത്രന്റെ മരണത്തിൽ ശരണപ്പെടാത്ത ഒരുവരും രക്ഷിക്കപ്പെട്ടു എന്ന് അവകാശപ്പെടുവാൻ കഴിയത്തില്ല. വർഷങ്ങളായി ദൈവസ്വത്തിൽ സഭയ്ക്കകത്ത് വന്നിട്ടും രക്ഷിക്കപ്പെട്ടോ എന്ന് ചോദിച്ച് എന്താണ് രക്ഷിക്കപ്പെടുന്നത്? ഏതിൽ നിന്നാണ് രക്ഷിക്കപ്പെടുന്നത്? ഇപ്പോൾ നീ ഏത് അവസ്ഥയിലാണ് ആയിരിക്കുന്നത്? ഇത് നിന്നെ എങ്ങോട്ടാണ് എത്തിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ യഥാർത്ഥത്തിൽ വാസ്തവമായി ആത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ട് നീ രക്ഷിക്കപ്പെട്ടവനെങ്കിൽ മാത്രമേ ഈ പറയുന്നതിന്റെ പൊരുൾ മനസ്സിലാകത്തുള്ളൂ. അല്ലെങ്കിൽ വെറുതെ എല്ലാ സംഘടനയ്ക്കകത്തും മെമ്പർഷിപ്പ് ഉള്ളതുപോലെ ഇരിക്കാമെന്നോട് രക്ഷിക്കപ്പെടുകയില്ല. അപ്പോൾ ഈ തിരിച്ചറിവ് വന്നവർക്കാണ് അപ്പോസ്തലനായ പൗലോസ് ഈ സത്യങ്ങൾ എഴുതി വെക്കുന്നതെന്ന് മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഈ സത്യങ്ങൾ ആർക്കാണ് ഇത് ബാധകം? ഇത് രക്ഷിക്കപ്പെടുന്നവർക്കാണ് ഇത് ബാധകമായിരിക്കുന്നത്. ദാസോദരൻ, അനേകരോട് രക്ഷിക്കപ്പെടാതിരിക്കുന്നവരോട് പോയി ചോദിക്കുന്നത് രക്ഷിക്കപ്പെട്ടെന്ന് ചോദിക്കുമ്പോ പെട്ടെന്ന് മുഖം പാടും. എന്താ കാരണം? അവർക്ക് അറിയത്തില്ല എന്താണെന്ന്. ആമേൻ. അവർ പറയുന്നത് ഞങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പള്ളിയിൽ പോകുന്നുണ്ട്, സിസ്റ്റമാറ്റിക് ആയിട്ട് പാടുന്നുണ്ട്, സിസ്റ്റമാറ്റിക് ആയിട്ട് വേദഭാഗം വായിക്കുന്നുണ്ട്. ഞങ്ങൾ മറ്റൊരു മനുഷ്യരെ ഒരു രീതിയിൽ ഉപദ്രവിക്കാറില്ല, മോശമായിട്ടൊരു വാക്ക് പറയാറില്ല, വാക്കുകൊണ്ട് മറ്റൊരുവന്റെ മനസ്സ് ദുഃഖിപ്പിക്കാറില്ല. പിന്നെ ഞങ്ങൾ എങ്ങനെയാണ് ശിക്ഷിക്കപ്പെടുന്നത്? മകനെ, മകളെ, നീ പാപത്തിൽ ജനിച്ച് ജീവിക്കുന്നതെങ്കിൽ, നിന്റെ പാപത്തെ കഴുകി കളഞ്ഞില്ലെങ്കിൽ പിതാവിന്റെ സന്നിധിയിൽ നീ കോപത്തിന് മുമ്പിലാണ് ആയിരിക്കുന്നു. നീ കോപത്തിന്റെ മക്കളായിരിക്കുന്നു. ആ കോപത്തെ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെടണം. മനസ്സിലാവുന്നുണ്ട്? ആ അനുഭവം ഇല്ലെങ്കിൽ ഒരിക്കലും ഈ പറയുന്നത് ഗ്രഹിക്കുവാൻ സാധിക്കത്തില്ല. ആമേൻ. ആ ഭാഗം വായിച്ചേ, ഒന്നുകൂടെ വായിച്ചേ. ശത്രുക്കൾ ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു എങ്കിൽ, ഇവിടെ ശ്രദ്ധിക്കണം, നിരപ്പ് വന്നു എങ്കിൽ
നാം അവന്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും. അപ്പോൾ എത്ര അധികമായി രക്ഷിക്കപ്പെടും. അടുത്ത് വായിച്ചോ. അത്രയുമല്ല നമുക്കിപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ പ്രശംസയെ കുറിച്ചാണ് നമ്മൾ ഈ 34 സങ്കീർത്തനത്തിന്റെ ആദ്യ വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ദാവീദ് പറയുന്നത്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേൽ ഇരിക്കും. പുതിയ നിയമസഭയ്ക്കകത്തേക്ക് കടന്നു വന്ന സ്വതം ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന എല്ലാവരും തിരിച്ചറിയണം, നിങ്ങളുടെ നാവിന്മേൽ ഇരിക്കുന്ന സ്തുതിയുടെ കാരണം എന്താണ്? സ്തോത്രത്തിന്റെ കാരണം എന്താണ്? ഒരു കാരണമേ ഉള്ളൂ, ദൈവപുത്രനെ ലോകത്തിലേക്ക് അയച്ചു, എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് അവനെ അറുത്തു. അങ്ങനെ കോപത്തിന്റെ മക്കളായിരുന്ന എന്നെ ദൈവത്തിന്റെ കൃപയുടെ കരത്തിൻ കീഴിലേക്ക് പുത്രനാകുന്ന യേശുക്രിസ്തുവിന്റെ രക്തമുഖാന്തരം എന്നെ രക്ഷിച്ചു. അങ്ങനെ ഞാൻ രക്ഷിക്കപ്പെട്ട ഞാൻ ഇനി എല്ലാ കാലത്തും അവന്റെ സ്തുതി എന്റെ നാവിന്മേൽ ഇരിക്കും. അല്ലെങ്കിൽ എല്ലാ കാലത്തും ഞാൻ അവനെ വാഴ്ത്തും. അല്ലെങ്കിൽ എന്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കണം. കാരണം എന്താണ്? ഞാൻ ഒരിക്കൽ പാപത്തിലായിരുന്ന എന്നെ രക്ഷിച്ച് ദൈവത്തിന്റെ കൃപയിൽ കീഴിൽ ആക്കി വെച്ചത് അവന്റെ ശരീരയാഗത്താലാണ്. അപ്പോൾ സ്തോത്രം, ഇതാണ് ഈ ആരാധനയുടെ ആധികാരികമായ മർമ്മം എന്ന് പറഞ്ഞാൽ, പുത്രനെ കാൽവറിയിൽ തകർത്തു, അവൻ എന്റെ പാപത്തിന്റെ പരിഹാരത്തിനായിട്ട് ശിക്ഷ ഏറ്റു, അവന്റെ ശരീരം അവന്റെ രുധിരം ചിന്തിയതിനാൽ അതിൽ നിന്ന് സ്തോത്രം നമുക്ക് പുതുവഴി സ്വർഗത്തിലേക്ക് ഒരുക്കി തന്ന വലിയ പദ്ധതിയിലേക്ക് സ്തോത്രം ശത്രുവായിരുന്ന എന്നെ മിത്രനാക്കി തീർത്തതാണ് അവന്റെ കൃപ എന്ന് പറയുന്നത്. ആമേൻ. വിശുദ്ധ കരങ്ങൾ തീർക്കുന്ന മഹത്വപ്പെടുകയാട്ടെ. ഹല്ലേലൂയ. വായിച്ചാട്ടെ അടുത്ത വാക്യം. ആമേൻ. വായിച്ചാട്ടെ, റോമാലേഖനം തന്നെ വായിച്ചാട്ടെ. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യർക്കും പരന്നിരിക്കുന്നു. പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിൽ ഉണ്ടായിരുന്നു, എന്നാൽ ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപത്തെ കണക്കിടുന്നില്ല. അതായത് ന്യായപ്രമാണം 10 കൽപ്പന എന്ന രാജകീയ ന്യായപ്രമാണവും അതിന്റെ കൂടെയുള്ള 630ഓളം നിയമങ്ങളും എല്ലാം ന്യായപ്രമാണത്തിന്റെ സംഹിതകൾ തന്നെയാണ്. എന്നാൽ ഈ ന്യായപ്രമാണം കണക്കിടാത്രത്തോളം പാപം കണക്കിടപ്പെടുന്നില്ല. കുല ചെയ്യരുതെന്ന് പറഞ്ഞില്ലേ, കുല ചെയ്യുന്നത് തെറ്റാണെന്ന് ഒരിക്കലും മനുഷ്യന്റെ മനസാക്ഷിക്ക് തെളിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ന്യായപ്രമാണം നിലനിന്നത്. അപ്പോൾ 10 കൽപ്പന നിലനിൽക്കുന്നത് പോലെ നമ്മൾ വായിച്ചതുപോലെ ഈ റോമാലേഖനത്തിൽ പറയുന്നത് കർത്താവിനെ അറിയാത്തവരെ ന്യായവിധിയിലേക്ക് നടത്തുന്നത് മനുഷ്യന്റെ ഹൃദയത്തെ തൂക്കി നോക്കേണ്ടതിന് മനസാക്ഷിയെ ദൈവം നിർത്തിയിട്ടുണ്ട്. നമ്മുടെ എല്ലാം ഉള്ളിൽ മനസാക്ഷി വെച്ചിട്ടുണ്ട്. അപ്പോൾ മനസാക്ഷിയെ വെച്ചാണ് കർത്താവിനെ അറിയാത്തവരെ ന്യായവിധിയിലേക്ക് കൊണ്ടുവരുന്നത്. കർത്താവിനെ അറിഞ്ഞവർ ന്യായപ്രമാണം 10 കൽപ്പനകൾ അറിയാവുന്നവരാണെങ്കിൽ ആ ന്യായപ്രമാണം വെച്ച് അവരുടെ മേൽ ന്യായവിധി വരികയാണ്. എന്നാൽ ഇവിടെ വചനം പറയുന്നത് എന്താണ്? അവിടെ ന്യായപ്രമാണം കണക്കിടുന്നില്ലെങ്കിൽ പാപം കണക്കിടുന്നില്ല. എന്നാൽ ന്യായപ്രമാണം ഉണ്ടെങ്കിലോ പാപം കണക്കിടുന്നുണ്ട്. അരുത് എന്ന് പറയുന്നത് ഏതെന്ന് അറിഞ്ഞെങ്കിൽ അത് ദൈവസന്നിധിയിലും അരുതെന്ന് മനസ്സിലാകുന്നുള്ളൂ. പക്ഷെ അത് ഒന്നിനാലും തന്നെ നമ്മളെ ജീവിപ്പിക്കുന്ന ഒരു പ്രമാണമില്ലായിരുന്നു. എന്നാൽ നമ്മെ ജീവിപ്പിക്കേണ്ടതിന് വേണ്ടിയാണ് ദൈവവചനം പറയുന്നു. മോശ മുഖാന്തരം ന്യായപ്രമാണം വന്നു, കൃപയും സത്യവും യേശു ക്രിസ്തുവിലൂടെയാണ് വരുന്നത്. ആമേൻ. കൃപയും സത്യവും യേശു ക്രിസ്തുവിലൂടെയാണ് വെളിപ്പെടുന്നത്. ആമേൻ. വായിച്ചാട്ടെ, വാക്യം തുറന്ന് വായിച്ചാട്ടെ. ലോകത്തിലുണ്ടായിരുന്നു, കണക്കിടുന്നില്ല. ആദാമിന്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം ആദാം മുതൽ മോശെ വരെ വാണിരുന്നു. എന്നാൽ ലംഘനത്തിന്റെ കാര്യവും കൃപാവരത്തിന്റെ കാര്യവും ഒരുപോലെയല്ല. ഏകന്റെ ലംഘനത്താൽ അനേകം മരിച്ചു എങ്കിൽ, ഇവിടെ ശ്രദ്ധിക്കണം, ഏകന്റെ ലംഘനത്താൽ ആദാമിന്റെ ലംഘനത്താൽ അനേകർ മരിച്ചുവെങ്കിലും ദൈവകൃപയും ഏക മനുഷ്യനാകുന്ന യേശുക്രിസ്തുവിന്റെ കൃപയാലുള്ള ദാനവും
അനേകർക്ക് വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഏക മനുഷ്യനാൽ പാപം അനേകരിലേക്ക് സ്തോത്രം സ്പ്രെഡ് ചെയ്തപ്പോൾ, പാപത്തിൽ ജനിച്ചപ്പോൾ മനസ്സിലാക്കണം, അതേ പ്രോഗ്രാം തന്നെ ദൈവം ചെയ്തു. അതായത് ഏകന്റെ അനുസരണത്താൽ അനേകരെ നീതിമാന്മാരാക്കി തീർക്കുന്ന ഒരു പ്രോജക്റ്റ് പ്രിയപുത്രനാകുന്ന ക്രിസ്തുവിലൂടെ സ്വർഗീയ പിതാവ് ഭൂമിയിൽ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ പ്രിയപുത്രൻ പിതാവിന്റെ കൽപ്പനകളെ അനുസരിച്ച് കാൽവരി തകർക്കപ്പെട്ട് അവന്റെ രക്തം പാപപരിഹാരത്തിനായി ഊറ്റപ്പെട്ടപ്പോൾ അവന്റെ കൽപ്പന പ്രകാരം അവന്റെ രക്തത്തിൽ പങ്കാളിയായി തീരുന്നവന്റെ പാപങ്ങൾ അവനിൽ നിന്ന് കഴുകപ്പെടുകയും അവനെ നീതിമാന്മാരാക്കി തീർക്കുന്ന ഒരു വലിയ പദ്ധതിയാണ് തിരുവെളുത്ത് വെളിപ്പെടുത്തുന്ന രക്ഷണ്യ പദ്ധതിയിൽ നിന്ന് പകരം അടിവരയിട്ട് അറിയിക്കുകയാണ്. ആമേൻ. വായിച്ചാൽ അടുത്തത് പാപം ചെയ്തതിന്റെ ഫലവും, ഏകൻ പാപം ചെയ്തതിന്റെ ഫലവും ദാനത്തിന്റെ കാര്യവും ഒരുപോലെയല്ല. ഏകന്റെ പാപം ശിക്ഷാവിധി കൽപ്പിക്കുവാൻ ഹേതുവായി തീർന്നു. അനേക ലംഘനങ്ങളെ മോചിക്കുന്ന നീതീകരണ വിധിക്കോ ഹേതുവായി തീർന്നു. അടുത്തത് ഏകന്റെ ലംഘനത്താൽ ഏകൻ നിമിത്തം വാണു എങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണു എങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശു ക്രിസ്തു എന്ന ഏകൻ നിമിത്തം. അപ്പോൾ ഈ ഏകൻ നിമിത്തം നമ്മൾ ജീവനിൽ വാഴുമ്പോൾ മനസ്സിലാക്കണം, കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തു എന്തെന്ന് നമ്മൾ ഗ്രഹിക്കണം. അത് ഗ്രഹിക്കുന്നവർക്ക് മാത്രമേ ജീവനിൽ വാഴുവാൻ സാധിക്കത്തുള്ളൂ. ആമേൻ. നമ്മുടെ പ്രാർത്ഥനകളിലും ആരാധനകളിലും സ്തോത്ര സ്തുതികളിലും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പുത്രനാകുന്ന യേശു ക്രിസ്തു കാണിച്ച മാതൃക എന്താണ്? മാതൃക സ്വന്തം പിതാവിന്റെ കൽപ്പനകൾ അനുസരിച്ച് സ്വന്തം എന്നേക്ക് നിത്യ നരകത്തിലേക്ക് പോകുന്ന മനുഷ്യരെ രക്ഷിക്കേണ്ടതിന് വീണ്ടെടുക്കപ്പെടുന്ന നമ്മൾ ആരും തന്നെ വീണ്ടെടുക്കപ്പെടുമ്പോൾ അറിഞ്ഞിരുന്നില്ല. വീണ്ടെടുക്കുന്നവൻ സകലതും അറിഞ്ഞ് തന്റെ ശരീരത്തിൽ വഹിക്കുകയായിരുന്നെന്ന്. നാം ദുഷ്ടന്മാരായിരിക്കുമ്പോഴാണ് തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി ദൈവപുത്രൻ കാൽവരി തകർക്കപ്പെട്ടത്. അതാണ് മാതൃക. അതുകൊണ്ട് നമ്മെ ഈ ഭൂമിയിലാക്കി വെക്കുമ്പോഴും, നമ്മെ അനേകർക്ക് വെളിച്ചമാക്കി വെക്കുമ്പോഴും, അനേകം ഇരുട്ടിലിരിക്കുമ്പോഴും ഇരുട്ടിലിരിക്കുന്ന ജനം ഒരിക്കലും അറിയുന്നില്ലെന്ന് മനസ്സിലാക്കണം. ഈ വെളിച്ചത്തിന്റെ മഹത്വം എന്റെ നിങ്ങളുടെ ഉള്ളത്തിൽ സ്വർഗം വെളിപ്പെടുത്തി ഈ വെളിച്ചം മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ മാതൃകയാണ് നമ്മയും വഴി നടത്തേണ്ടത്. കരങ്ങൾ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അടുത്ത വായിച്ചാട്ടെ. ഏകലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേക പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. അപ്പോൾ നോക്കി, അങ്ങനെ ഏകലംഘനത്താൽ സകല മനുഷ്യർക്ക് ശിക്ഷാവിധി വന്നതുപോലെ ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവ കാരണമായ നീതീകരണവും വന്നു. യേശു ക്രിസ്തുവിലേക്ക് നോക്കുമ്പോൾ ഇതാണ് നമ്മൾ ആരാധനയിൽ വെളിപ്പെടുന്നത്. ഇപ്പോ എപ്പോഴും അവന്റെ സ്തുതി എന്നെ നാവിന്മേൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വല്ലതും പറയുകയല്ല വേണ്ടത്. ഇതിൽ നമ്മൾ ഇതിൽ നമ്മൾ സ്ട്രെസ് ചെയ്യണം. ഇതിൽ നമ്മളുടെ ആരാധനയിൽ നമ്മൾ ഈ വിഷയത്തെ നമ്മൾ ഊന്നണം. കർത്താവിന്റെ കാൽവരി മരണത്തെ ഊന്നണം. ചിലർക്ക് ഇത് അറിയത്തില്ല, ഇപ്പോഴും മനസ്സിലാവുന്നത്. ചിലർ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാതെ ഇരിക്കുന്നവരുണ്ട്, ആത്മാവിൽ ബലപ്പെടാതിരിക്കുന്നവരുണ്ട്. അവർക്ക് മനസ്സിലാകത്തില്ല. അവർ മാനസാന്തരപ്പെടുന്ന പാപം നിമിത്തം അവർക്ക് മനസ്സിലാകാത്തത്. പാപം ഏറ്റവും ജീവിതത്തിൽ ക്രമീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തും. ചിലർക്ക് അറിയത്തില്ല, സ്നാനപ്പെട്ടിട്ടുണ്ട്, പക്ഷെ ചിലർക്ക് അറിയത്തില്ല എന്തെന്ന്. വർഷങ്ങളായിട്ടൊന്ന് ഭിത്തിചാരിയിരിക്കും, ഒന്നും അറിയത്തില്ല. എന്നാ കാരണം? പരിശുദ്ധാത്മാവിനെ പാനം ചെയ്തൊരു വ്യക്തിയാണെങ്കിൽ ഈ സത്യങ്ങൾ അന്വേഷിക്കാൻ ഇടയായിത്തീരും. ഞാൻ മുന്നമേ ശത്രുവായിരുന്നെങ്കിൽ എന്റെ കർത്താവിന്റെ കൃപയാൽ അവന്റെ മിത്രമാക്കി തീർത്തെങ്കിൽ എനിക്ക് വേണ്ടി അവൻ അനുഭവിച്ച കഷ്ടങ്ങളെ അറിയുവാൻ രക്ഷിക്കപ്പെട്ട ഒരുവൻ താല്പര്യപ്പെടും.
എന്നെ കർത്താവ് രക്ഷിച്ചെങ്കിൽ രക്ഷയുടെ മഹത്വം എന്താണ്? ഏതിൽ നിന്നാണ് രക്ഷിച്ചത്? ദൈവകോപത്തിൽ നിന്നാണ് രക്ഷിച്ചത്. മറന്നുപോകരുത്, ദൈവകോപത്തിൽ നിന്നാണ് രക്ഷിച്ചത്. ആണ് രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് ദൈവകോപത്തിൽ നിന്നാണ് രക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ രക്ഷിക്കപ്പെടാത്ത എല്ലാ വ്യക്തിയും അത്ര വലിയവനായിരുന്നാലും അവൻ ഇന്നും ദൈവകോപത്തിന് കീഴിൽ തന്നെയാണ് ആയിരിക്കുന്നത്. ആമേൻ. വായിച്ചാട്ടെ അടുത്തത്. അനുസരണക്കേടിനാൽ ഇവിടെ ശ്രദ്ധിക്കണം, ഏക മനുഷ്യന്റെ അനുസരണക്കേട്. ആദാമു ഹവ്വായുടെ തോട്ടന്ന് പുറത്താക്കത്തക്കവണ്ണം അവരുടെ അനുസരണക്കേട് വലിയതായിരുന്നു. ദൈവസന്നിധിയിൽ അവരെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി കളഞ്ഞു. അപ്പോൾ അവരുടെ അനുസരണക്കേട് നിമിത്തം അനേകരിലേക്ക് അനുസരണക്കേട് വ്യാപരിച്ചു. അപ്പൊ സ്വർഗം നോക്കി, ഒരുവർ അനുസരണക്കേട് കാണിച്ചപ്പോൾ അനേകർ അനുസരണം കെട്ടവരായിട്ട് ജനിച്ചു. അപ്പൊ സ്വർഗത്തിലെ പിതാവ് നോക്കിയപ്പോൾ പിതാവ് തീരുമാനിച്ചു, ഇതേ പ്രോസസ്സിൽ തന്നെ സ്തോത്രം അനേക നീതിമാന്മാരാക്കി തീർക്കാൻ പറ്റും. എങ്ങനെ പറ്റും? ഇതുപോലെ ഒരുവൻ അനുസരിച്ചാൽ അവന്റെ അനുസരണം അവൻ മുഖാന്തരം വിളിക്കപ്പെടുന്നവരുടെ മേലും അനുസരണത്തിന്റെ ആത്മാവ് വെളിപ്പെടുവാനിടയായി തീരും. ആമേൻ. അപ്പോൾ ഇതാണ് എപ്പോഴും അവന്റെ സ്തുതി എന്റെ നാവിന്മേൽ ഇരിക്കുമെന്ന് പറഞ്ഞാൽ അവന്റെ ഈ സ്തുതികൾ ഓരോന്നും ദൈവത്തിന്റെ മഹത്വത്തെ ഓരോന്നും വർണ്ണിക്കുവാൻ നിർത്തോക്കം നമ്മുടെ മേൽ ഫലമേൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ആ കർത്തവ്യം നിറവടിയായി ചെയ്യണം. നമ്മൾ വിശുദ്ധ കരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ നമ്മുടെ രക്ഷാ പദ്ധതികൾ എന്താണ് ഗ്രഹിച്ച് അത് സ്വന്തം പ്രഖ്യാപിക്കുവാൻ തക്കവണ്ണം നമ്മുടെ മേൽ ആ നിർബന്ധം കിടപ്പുണ്ട്. ആമേൻ. ഹല്ലേലൂയ. വായിച്ചോ അടുത്തത്. എന്നാൽ ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണവും ചേർന്നു വന്നു. എങ്കിലും പാപം പെരുകിയെടുത്ത് അത്യന്തം വർദ്ധിച്ചു. പാപം മരണത്താൽ വാണതുപോലെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നീതിയാൽ വാഴേണ്ടത് തന്നെ. കണ്ടോ, ഇത് എന്ത് സംഭവിച്ചു? ഇതിനിടെ ന്യായപ്രമാണം കൽപ്പനകൾ കൂടെ വന്നപ്പോൾ, അരുത് 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 എന്നുള്ള കൽപ്പനകൾ വന്നപ്പോൾ അതിനെ ജയിക്കുവാൻ തക്കവണ്ണം മനുഷ്യനിൽ ഒരു ഗുണവുമില്ലായിരുന്നു. ആമേൻ. വ്യഭിചാരം ചെയ്യരുത് എന്നുള്ള കൽപ്പന കിടക്കുമ്പോൾ അവൻ സ്ത്രീയെ കണ്ട് മോഹിച്ചു പോവുകയാണ്. അകത്ത് വ്യഭിചാരം നടക്കുകയാണ്. സ്വതം കൊല്ലരുത്, കൊല ചെയ്യരുതെന്ന് ദൈവത്തിന്റെ കൽപ്പന കിടക്കുമ്പോൾ, ന്യായപ്രമാണം കിടക്കുമ്പോൾ സ്വതം പുതിയ നിയമത്തിന് വിളിച്ച് മറ്റൊരുവനെ കാണുമ്പോൾ ഉള്ളം കൊണ്ട് അവനെ കൊല്ലുകയാണ്. അപ്പൊ ഒരു വിധത്തിലും ഉള്ളം കൊണ്ട് വിശുദ്ധമാകാൻ ഒരു മനുഷ്യനും കഴിയത്തില്ലെന്ന് തിരുവെടുത്ത് വെളിപ്പെടുത്തി. സ്വന്തം പുറമെ ഡീസന്റ് ആയാലും നിന്റെ ഹൃദയത്തിൽ നീ എത്ര പേരെ കൊന്നിട്ടുണ്ട്, ഹൃദയത്തിൽ നീ എത്ര വ്യഭിചാരം ചെയ്തിട്ടുണ്ട്, ഹൃദയത്തിൽ എത്ര പരസംഗം ചെയ്തിട്ടുണ്ട്, ഹൃദയത്തിൽ നീ എത്ര കണ്ട് മോഷ്ടിച്ചിട്ടുണ്ട്, ഹൃദയത്തിൽ നീ എത്ര പേരെ ഉപദ്രവിച്ചിട്ടുണ്ട്. മനസ്സിലാക്കണം, അതിൽ നിന്ന് ഒരിക്കലും ഒഴിയുവാൻ സാധിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ഇങ്ങനെ അവസ്ഥയിൽ കിടക്കുമ്പോൾ തന്നെ ന്യായപ്രമാണവും കൂടത്തിൽ ചേർന്ന് വന്നു. എന്തിനാ ന്യായപ്രമാണം തന്നതെന്നറിയാവോ? ന്യായപ്രമാണം നമുക്ക് തന്നത് തെറ്റ് ചെയ്യാതിരിക്കാനല്ല. ഈ ന്യായപ്രമാണം കിട്ടിയപ്പോൾ നിന്റെ ഉള്ളിൽ കിടക്കുന്ന പാപത്തിന്റെ പ്രമാണം നല്ലതുപോലെ പുറത്തു വരാൻ വേണ്ടി ലഭിച്ചതാണ് യഥാർത്ഥത്തിൽ ന്യായപ്രമാണം. അപ്പൊ ഒരു വിധത്തിലും മനുഷ്യന് ഈ വക ചിന്താ തരത്തിൽ നിന്നും അല്ലെങ്കിൽ ഈ വക മോഹങ്ങളിൽ നിന്നും മാനസിക തലങ്ങളിൽ നിന്നും രക്ഷ പ്രാപിക്കുവാൻ ഒരു വഴിയിലില്ലാതെ എല്ലാവരും ഒരുപോലെ പാപത്തിന് കീഴിൽ അടഞ്ഞു എന്ന് തിരുവെഴുത്ത് വെളിപ്പെടുത്തുന്നതായിരുന്നു യഥാർത്ഥത്തിൽ ന്യായപ്രമാണം എന്നുള്ളത്. ഹല്ലേലൂയ. എന്തൊരു കോമഡിയാന്ന് ഞാനൊരു കാര്യം പറയാം. ഹല്ലേലൂയ. പള്ളിയിൽ ചെന്നപ്പോൾ കൺഫർമേഷന്റെ സമയത്ത് 12 ക്ലാസ്സും പഠിച്ച് കഴിയുമ്പോഴത്തേക്ക് കൺഫർമേഷൻ വന്ന് കൺഫർമേഷന്റെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നുണ്ട് സ്ഥിരീകരണം. ചോദിക്കുന്നത് എന്താ? 10 കൽപ്പന എത്ര എണ്ണം ഉണ്ടെന്നൊക്കെയാ ചോദിക്കുന്നത്. അത്രയും കണ്ട് ബോധമാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഈ കള്ള പുരോഹിതന്മാർ ഒറ്റ എണ്ണം പോലും ഇതിന്റെ സത്യം വെളിപ്പെടുത്തുന്നില്ല. അവർക്കറിയാം, ഈ പൗരോഹിത്യ വൃന്ദത്തിന് കൃത്യമായിട്ട് അറിയാം ഇതിന്റെ സത്യം എന്തെന്ന്. പക്ഷെ ഇതിന്റെ കീഴിൽ നിൽക്കുന്ന ജനം ഒരിക്കലും രക്ഷപ്രാപിക്കത്തില്ല. എന്തുകൊണ്ടാണ്? ന്യായപ്രമാണത്തിന് സാധിക്കാത്തതാണ് ദൈവപുത്രനിലൂടെ ചെയ്തെടുക്കുന്നത്. എങ്കിൽ പിന്നീടാണ് ഈ സമുദായ സഭകൾക്ക് ഈ ന്യായപ്രമാണത്തെ കുറിച്ച് ആഴമായിട്ട് ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് അവർ പറഞ്ഞു കൊടുക്കാത്തത്? ഇത് നമുക്ക് നൽകുമ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള പാപത്തിന്റെ പ്രമാണം വെളിപ്പെട്ടാൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയും പാപത്തെ ഏറ്റുപറഞ്ഞുകൊണ്ട് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടുകയും പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം സ്വർഗത്തിൽ നിന്ന് പ്രാപിക്കുകയും ചെയ്യണമെന്ന് എന്തുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്നില്ല?
മനസ്സിലാക്കണം, ഇതിന്റെ അകത്തെ കപടതകള് അനേകരെ തിന്നുകൊണ്ടിരിക്കുന്ന നശിച്ച പൗരോഹിത്യത്തിന്റെ നടുവിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് പുറത്തു വരുക ഇന്ന് പകനേരം നിങ്ങളോട് ആഹ്വാനം ചെയ്യുക. ആമേൻ. ഏക മഹാപുരോഹിതനാൽ മൽക്കീസേദക്കിന്റെ ക്രമപ്രകാരം എന്നേക്ക് പിതാവിന്റെ സന്നിധിയിലേക്ക് തന്റെ വിശുദ്ധ രക്തവുമായിട്ട് ഒരിക്കലായി പ്രവേശിച്ച് എന്നേക്കുമുള്ള പ്രവേശനം സാധ്യമാക്കിയ ഏക മഹാപുരോഹിതനെ തിരുവെടുത്ത് പറയുന്നത് അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. അല്ലാതെ ഭൂമിയിൽ കാണുന്ന ഒരു ഭരണ പൗരോഹിത്യങ്ങളോ ഒരുവനെയും ദൈവരാജ്യത്തിൽ എത്തിക്കുന്നില്ല. ആമേൻ. ആ തിരിച്ചറിഞ്ഞപ്പോഴാണ് ആ നാശത്തിൽ നിന്ന് ഈ കൃപയിലേക്ക് വരുവാനായിട്ട് ഇടയായി തീർന്നത്. അതുകൊണ്ട് മനസ്സിലാക്കുക, അറിഞ്ഞ സത്യത്തിൽ ഉറച്ചു നിൽക്കണം. അനേകർ ഇന്നും അന്ധകാരത്തിലാണ്. കുരുടന്മാരായ വഴികാട്ടികളാണ് സ്തോത്രം ഇതുപോലെ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. ആമേൻ. കരങ്ങൾ ഉദ്യോഗത്തോട് മാത്രപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ സ്തോത്രം ആ വാക്യം ഒന്നുകൂടെ വായിക്കുക. പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടതിന് തന്നെ. അടുത്തത് ഇവിടെ ശ്രദ്ധിക്കണം. ഇവിടെ ഈ അധ്യായം പൗലോസ് തുടങ്ങുമ്പോൾ ഇനി ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യണമെന്നാ? ആകയാൽ നാം എന്ത് പറയേണ്ടു? കൃപ. അതായത് ദൈവ കൃപയിൽ വരുന്ന ഒരു വ്യക്തി അവന്റെ കൃപ വർദ്ധിക്കാൻ എന്ത് ചെയ്യരുതെന്നാ പറഞ്ഞിരിക്കുന്നത്? കണ്ടോ? പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ ക്വസ്റ്റ്യൻ മാർക്ക് ഒരു നാള് വരുന്നത്. അപ്പോൾ മനസ്സിലാക്കണം, ഇത് ദൈവസഭയോടാ പറയുന്നത്. നമ്മൾ ദൈവകൃപയിൽ വരുമ്പോൾ നമ്മുടെ പാപത്തിന്റെ മരണത്തിന്റെ സ്തോത്രം അവയവങ്ങളായിരുന്നു നമ്മളിലുള്ളത്. സ്തോത്രം ആയുധങ്ങളായിരുന്നു. ഈ ആയുധങ്ങൾ നീതിക്ക് വേണ്ടി നമ്മൾ സമർപ്പിക്കണം. ആമേൻ. വലിയൊരു ഉത്തരവാദിത്തമാണുള്ളത്. നമ്മൾ ഇതുവരെ പാപത്തിൽ ജീവിച്ചെങ്കിൽ അങ്ങനെ ഇനി ജീവിക്കരുത്. പൗലോസ് വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ മനസ്സിലാക്കണം, ഈ പറയുന്ന എല്ലാ മേഖലകളിലും നാം നമ്മുടെ ശ്രദ്ധ ചെലുത്തിയേ മതിയാകത്തുള്ളൂ. അപ്പോൾ മനസ്സിലാക്കണം, അസ്തോത്രം, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേൽ. ഇത് വെറുതെ ഇരിക്കില്ല, എന്നതാണെന്ന് മനസ്സിലായാലേ ഇരിക്കത്തുള്ളൂ. ഈ അനുഭവം ഉള്ളവന്റെ വായിലേ ആ സ്തുതി ഉണ്ടാകത്തുള്ളൂ. അല്ല എന്നും ഇങ്ങനെ തപ്പും വിത്തുമായിട്ട് നടക്കും. മനസ്സിലാകുന്നുണ്ടോ? ചിലർക്ക് ഇന്നും അറിയത്തില്ല, പ്രാർത്ഥിക്കാൻ പോലും അറിയാൻ മേലാത്തവരുണ്ട്. ചിലർ ഒന്നും അറിയത്തില്ല, പ്രാർത്ഥിക്കാനും അറിയത്തില്ല. പ്രാർത്ഥിക്കുന്നത് തന്നെ എന്തെങ്കിലും തോന്നുന്നു പറയും. എന്താ നിന്റെ ജീവിതത്തിൽ വ്യത്യാസം വന്നത്? ചിലർ രക്ഷിക്കപ്പെട്ടോന്ന് അറിയാൻ ഒരു 2 മിനിറ്റ് പ്രാർത്ഥിക്കാൻ കൊടുത്താൽ മതി. അവരുടെ വാ തുറക്കുമ്പോഴേ അറിയാം ഇവർ ഏത് കാട്ടിലാണ് ഇപ്പോഴും കിടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ഇത് പറയേണ്ടി വരുന്നത്? രക്ഷാനുഭവമില്ല, കൃപയിലേക്ക് വരുന്നില്ല. ദൈവ സന്നിധിയിൽ വരേണ്ട പോലെ വരണം. ഇനി ചില കാര്യങ്ങൾ തിരിച്ചറിയണം. അതിനാണ് ഈ 6-ാം അധ്യായത്തിലേക്ക് നമ്മളിന്ന് കിടക്കുന്നത്. വായിച്ചേ, തുറന്ന് വായിച്ചേ. ആകെ നാം എന്ത് പറയേണ്ടു? പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ ഒരു നാള് വരുത്. അടുത്ത അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ പൗലോസ് പറഞ്ഞ പാപസംബന്ധമായിട്ടാണ് മരിച്ചത്. ഇനി പറയുന്നുണ്ട് എന്താണ് മരണം. പാപസംബന്ധമായിട്ടാണ് നാം മരിച്ചത്. അടുത്തത് അപ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യമാണ് സ്തോത്രം. ഇനി പാപസംബന്ധമായിട്ട് നാം മരിച്ചു. ഇനി നാം അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അടുത്തത് അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനം ഏറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ഇവിടെ ശ്രദ്ധിക്കണം. അവിടെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യം, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ. അപ്പോൾ നാം സ്നാനപ്പെട്ടത് എന്തിനാണ്? യേശുക്രിസ്തുവിന്റെ മരണത്തിന് പങ്കാളിത്തം വഹിക്കേണ്ടതിനാണ്. അപ്പോൾ കർത്താവിന്റെ ക്രൂശ് മരണത്തിന്റെ പങ്കാളിത്തം വഹിക്കുന്നവരെല്ലാം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കും. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനമേറ്റിരിക്കും. അപ്പോൾ സ്നാനമേൽക്കുന്നവർക്ക് മാത്രമാണ് ദൈവകോപത്തിൽ നിന്ന് വിടുതലുള്ളൂ. വായിച്ചേ, അടുത്ത് വായിച്ചേ. അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവരോട് കൂടെ കുഴിച്ചിടപ്പെട്ടു. ഇവിടെ ശ്രദ്ധിക്കണം. അങ്ങനെ നാം അവന്റെ മരണത്താൽ പങ്കാളികളായി തീർന്ന. 3-ാം വാക്യം ഒന്നും കൂടെ വായിച്ചേ. ഒന്നും കൂടെ 3-ാം വാക്യം. സ്നാനം നേരിട്ടവരായ എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനം ഏറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പോൾ ഇത് നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ സ്നാനപ്പെട്ട ദിവസം നമ്മുടെ മനസ്സിൽ ഒന്നും കാണണം കേട്ടോ.
എല്ലാ കാലത്തും അവന്റെ സ്തുതി എന്റെ നാവിന്മേൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. ഈ പറയുന്ന നമ്മുടെ സ്നാനപ്പെട്ട ദിവസത്തിൽ നാം യേശു ക്രിസ്തുവിനോട് കൂടെ എന്റെ പാപത്തെ അടക്കിയ ദിവസമാണ്. എന്റെ പാപമനുഷ്യനെ മരിച്ച ദിവസമായിരുന്നു ഞാൻ ക്രിസ്തുയേശുവിനോട് സ്നാനപ്പെട്ട ദിവസം എന്ന് പറയുന്നത്. ആമേൻ. അവിടെ പറയുന്നത് യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ, അപ്പോൾ ഞാൻ അവന്റെ പങ്കാളിയായി തീർന്നു. 2010 മെയ് 22 ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരി മരണത്തോട് പങ്കാളിത്തം വഹിച്ചു. എന്നെ കേൾക്കുന്ന നിങ്ങളും സ്തോത്രം ഈ പങ്കാളിത്തം വഹിച്ചു എന്ന സത്യം സ്തോത്രം മറന്നു പോകരുത്. സ്നാനപ്പെട്ട് രക്ഷിക്കപ്പെട്ടവരാണെങ്കിലും മറന്നു പോകരുത്. എന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ ഈ ഭാഗം വിടരുത്. വേറൊരു ഭാഗം നമുക്കൊന്ന് എടുക്കണം. സോ ഇത് മറക്കേണ്ട, ഇത് വളർത്തി നിൽക്കട്ടെ. ഗലാത്യ ലേഖനം സ്തോത്രം 3:1 വായിച്ചേ. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം കിട്ടിയൊരു വായിച്ചാട്ടെ. ഗലാത്യർ 3:1 അവിടെ വായിക്കുന്ന എന്നാണെന്നറിയാവോ? ആ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആര്? അതൊരു പ്രശ്നമാണ്. ഇത് ക്രിസ്ത്യ ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോ ഇങ്ങനെ മയങ്ങിപ്പോകുന്ന ഒത്തിരി പേരുണ്ട്. ക്രിസ്ത്യ ജീവിതത്തിൽ മയങ്ങിപ്പോകുന്നവർ, ഹല്ലേലൂയ, അത് മറ്റൊരു വിഷയം, അങ്ങോട്ട് പോകണ്ട. എങ്കിലും പറയാതെ പറ്റത്തില്ല. മയങ്ങിപ്പോകുന്ന അനുഭവം വന്നിട്ടുണ്ടെങ്കിൽ, ക്രിസ്തീയ ജീവിതത്തിൽ നീ മയക്കം പിടിച്ചിട്ടുണ്ടെങ്കിൽ, നിന്നോട് അറിയണമെന്ന് പറഞ്ഞു വെച്ചിരിക്കുന്ന വാക്യങ്ങൾ, അതിന്റെ സത്യങ്ങൾ അറിഞ്ഞ് അതിന്റെ വെളിച്ചത്തിൽ നീ ഉറപ്പും ധൈര്യവും ഉള്ളവനായിട്ട് നിന്നെ കാണണം അവിടെ. പക്ഷെ അതിനു പകരം സ്വതന്ത്രം നിങ്ങൾ മയക്കം നടന്നു വന്നിട്ടുണ്ടെങ്കിൽ, ഇവിടെ പറയുന്നു നിന്നെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആര്? ഇവിടെ പറയും ഞാൻ ഇതൊന്ന് മാത്രം ഗ്രഹിക്കുവാൻ ഇച്ഛിക്കുന്നു, നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത്. ശ്രദ്ധിക്കണേ, എന്തുകൊണ്ടാ മയക്കം വന്നതെന്നറിയാവോ? ദൈവത്തിന്റെ ആത്മാവ് പലരെയും വിട്ടുപോയി. പരിശുദ്ധാത്മാവ് പലരെയും വിട്ടുപോയി. പരിശുദ്ധാത്മാവ് പലരെയും വിട്ടുപോയിട്ട് ഇപ്പൊ മയക്കമാവുള്ളൂ. മയക്കത്തിൽ ഉണർത്തുമ്പോ കോപോ വെളിപ്പെടുന്നത് ആത്മാവിന്റെ ഫലമൊന്നുമില്ല. എന്താ കാരണം? എപ്പോഴോ നിങ്ങളുടെ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുമായിട്ടുള്ള ഇടപെടൽ നിർത്തി. എപ്പോഴാ ബാക്കി ഒന്ന് വായിച്ചേ. ഞാൻ ഇന്ന് മാത്രം ഇച്ഛിക്കുന്നു പരിശുദ്ധാത്മാവ് ലഭിച്ചത് ഒരു കാര്യം ഞാൻ പറയാൻ കേട്ടോ, റെഗുലറായിട്ട് ഞാൻ ഇന്ന കാര്യം ചെയ്തു, അവിടെ പോയി ഇവിടെ പോയി, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, ഇതുകൊണ്ടൊന്നും പരിശുദ്ധാത്മാവ് നിന്നിൽ വസിക്കത്തില്ല. പരിശുദ്ധാത്മാവ് നിന്നിൽ വസിക്കണമെന്നുണ്ടെങ്കിൽ വിശ്വാസത്തിന്റെ വചനം കേൾക്കണം, സത്യവചനം കേൾക്കണം. സത്യവചനം കേട്ടെങ്കിൽ മാത്രമേ നിങ്ങൾ പരിശുദ്ധാത്മാവ് വസിക്കത്തുള്ളൂ. ഇവിടെ പൗലോസ് പറയുന്നതാണ്, ഗലാത്യ സഭയോട് പറയുന്നതാണ്, നീ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചത് എങ്ങനെയാ മകനെ? ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി ചെയ്തിട്ടാളാണോ? ആമേൻ, സ്തോത്രം. 1-ാം നൂറ്റാണ്ടിന്റെ സ്ഥിതി അങ്ങനെയായിരുന്നു. എന്നാൽ 2024 നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തെ അനുസരിച്ച് നോക്കിക്കേ, ചിലര് പല പ്രവർത്തികളിൽ തൽപരരാണ്. പല പ്രവർത്തികളിൽ ആശ്രയിച്ചിട്ട് അതിന് ദൈവിക പരിവേഷം കൊടുത്ത് ജീവിക്കുന്ന ഒത്തിരി പേര് എനിക്ക് നിങ്ങൾക്ക് ചുറ്റുമുണ്ടെങ്കിൽ മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവ് അതിനാൽ നിലനിൽക്കത്തില്ല. നീ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് വിശ്വാസമുള്ള വചനം കേട്ടതിനാലാണ്. അതുകൊണ്ട് വിശ്വാസമുള്ള വചനം നീ പറയുകയും വിശ്വാസമുള്ള വചനം നീ കേൾക്കുകയും ചെയ്യണം. മനസ്സിലാകുന്നുണ്ടോ? ചിലർക്ക് വചനം കേൾക്കുമ്പോ ഭയങ്കര ഇളക്കം, എന്നെ അകത്തിരിക്കുന്നത് വേറെ ആത്മാവാണ്. മനസ്സിലാകുന്നുണ്ടോ? മറ്റൊരു ആത്മാവ് അകത്തിരിപ്പുണ്ട്, അവന് വചനം കേൾക്കുന്നത് ഇഷ്ടപ്പെടത്തില്ല. ആമേൻ. നീ വചനപ്രകാരം ജനിച്ചതാണെങ്കിൽ വചനം കേൾക്കുമ്പോൾ സന്തോഷിക്കും, നീ ആത്മാവിൽ ബലപ്പെടും, നീ ആത്മാവിൽ വളരുവാൻ തുടങ്ങും. അത് വേണ്ടെന്നൊരുവൻ പറഞ്ഞാൽ നിന്റെ ജനനം എങ്ങനെയായിരുന്നു, നിന്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്നുള്ളത് തിരിച്ചറിഞ്ഞാൽ മതിയാകത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ ആ വാക്യം നമുക്കൊന്നും കൂടെ നമുക്ക് തിരിച്ചറിയാം. ആ വാക്യം തുറന്ന് വായിച്ചേ. ഇച്ഛിക്കുന്നു പരിശുദ്ധാത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ? കണ്ടോ, വിശ്വാസത്തിന്റെ പ്രസംഗം കേൾക്കണം. പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് കീഴിൽ ചെന്ന അവിടെ എഴുത്തി വെച്ചിരിക്കുന്ന ആരാധനക്രമം വായിച്ചാ നീ സ്വർഗത്തിൽ പോകത്തില്ല.
ആരാധനക്രമം എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ നിന്റെ ആത്മാവ് ജനിക്കത്തില്ല. പിന്നെ വിശ്വാസമുള്ള വചനം കേൾക്കണം. പാപം ഏറ്റുപറഞ്ഞ് വിശ്വാസമുള്ള വചനം കേട്ടാൽ മാത്രമേ പരിശുദ്ധാത്മാവ് വരികയുള്ളൂ. ഒരുവൻ ദൈവ കൃപയിൽ നിലനിൽക്കുകയുള്ളൂ. അടുത്ത വാക്യം വായിച്ച ആ പറഞ്ഞ വിഷയം അടുത്ത വാക്യങ്ങളിലാണ് വായിച്ചേ. ഇതാണ് വിഷയം. ബുദ്ധിയില്ലാത്ത ഗലാത്യരെ എന്ന് പറഞ്ഞു തുടങ്ങിയ ഭാഗത്തിൽ വീണ്ടും പറയുന്നതാണ്. എന്താണ് ബുദ്ധികേട് നമുക്ക് കാണാം. എന്താണ് വായിച്ചേ? ഇവിടെ ശ്രദ്ധിക്കണം. ആത്മാവ് കൊണ്ട് ആരംഭിച്ചു. വിശ്വാസമുള്ള വചനം കേട്ട് ആത്മീക ജീവിതം ഒരിക്കൽ സ്റ്റാർട്ട് ചെയ്തതാണ്. ആത്മാവിൽ ശുശ്രൂഷിക്കുകയും ആത്മാവിൽ പ്രവചിക്കുകയും ആത്മീയ ദൂതുകൾ ഗ്രഹിച്ച് ആത്മസന്തോഷത്തിൽ ജീവിച്ച നീ ഇന്ന് നിനക്ക് എന്ത് സംഭവിച്ചു? വായിച്ചേ. കണ്ടോ, ഇത് അനേകരുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു വലിയ ഒരു പാവനമാണ്. കാര്യം ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ജഡം കൊണ്ട് സമാപിപ്പിക്കുന്ന അവസ്ഥ. കാര്യം ദൈവ വിശ്വാസ വചനത്തിൽ നിലനിന്നില്ല, ദൈവ കൃപയിൽ നിലനിന്നില്ല. ആത്മീക ദൈവിക ശബ്ദം, ആത്മാവിന്റെ ദൂത് കേട്ട് പരിചയമുണ്ടായിരുന്ന നീ അത് വിട്ട് പ്രവൃത്തികളിലേക്ക് തിരിഞ്ഞു. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. തുറന്നൊരു കാര്യം പറയട്ടെ, നമ്മൾ നിൽക്കുന്ന സംഘടന നമ്മളെ നല്ല വ്യക്തി എന്ന് മുദ്ര കുത്തി എല്ലാത്തിലും പെർഫെക്റ്റ് എന്ന് നിന്റെ മുദ്രയിൽ എത്ര പേര് ലേവലെത്തിച്ചാലോ നിന്നിൽ പരിശുദ്ധാത്മാവില്ലെങ്കിൽ നീ ദൈവരാജ്യത്തിന് പുറത്താ, ഗേറ്റിന് പുറത്താണ് നീ. മനസ്സിലാവുന്നുണ്ടോ? പരിശുദ്ധാത്മാവില്ലാതെ നീ പലതിനും പെർഫെക്റ്റ് ആണെന്ന് സംഘടനകൾ പറഞ്ഞാലോ മകനെ മകളെ നീ ദൈവരാജ്യത്തിന്റെ ഗേറ്റിന് പുറത്താകട്ടോ. പരിശുദ്ധാത്മാവ് നിന്നിൽ നിന്ന് പോയാൽ കാര്യമില്ല. അതുകൊണ്ടാണ് പറയുന്നത് ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആരാണിത്? മറ്റൊരു വിഷയമാണ്. അനേകർ ഇതുപോലെ മയക്കപ്പെട്ട് കിടക്കുകയാണ്. ആത്മീയ ജീവിതത്തിൽ മയങ്ങി കിടക്കുകയാണ്. അതിൽ നിന്ന് നീ പുറത്തു വരണം. ആമേൻ. കരങ്ങൾ ദൈവമായിട്ട് പ്രതിയാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ആ ഭാഗം നമ്മൾ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. അവിടെ വായിച്ച കാര്യം ഇതായിരുന്നു. എന്താണ് സ്തോത്രം? അവിടെ പറയുന്നത് എന്താണ്? ഈ ബുദ്ധി കൊണ്ട് ബുദ്ധി കെട്ട ഒരു ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് അപ്പോൾ ഈ അവസ്ഥ പലരുടെ ജീവിതത്തിലുണ്ട്. ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്നാണ് നമ്മളിവിടെ റോമാലേഖനത്തിന്റെ അകത്ത് പറയുന്നത് തന്നെ അറിയാമോ? അവിടെ നമ്മൾ വായിച്ച 6-ാം അധ്യായത്തിൽ നമ്മൾ പറയുന്നത് എന്താണ്? അവിടെ പറയുന്നു യേശു ക്രിസ്തുവിനോട് കൂടെ ചേരുവാൻ സ്നാനമേറ്റവരായ നാം അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനം ഏൽപ്പിക്കുന്നു നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പോൾ ഇത് നമ്മൾ അറിയേണ്ട കാര്യം. ഇത് മറന്നു പോകുന്നവരാണ് ആത്മീയത്തിൽ നിദ്ര പ്രാപിക്കുന്നത്. ഇത് മറന്നു പോകുന്നവർ ആത്മീയത്തിൽ ക്ഷീണിച്ചു പോകുന്നത്. നിന്നെ ഏതിൽ നിന്നാണ് രക്ഷിച്ചത്? നിന്നെ വെട്ടിയെടുത്ത സമയത്ത്, നിന്നെ മറുകര കയറ്റിയ സമയത്ത് ദൈവം ചെയ്ത പ്രവൃത്തിയെന്നും നീ മറന്നുപോയതാണ് മകനെ മകളെ നിന്റെ ജീവിതത്തിലെ വീഴ്ചയുടെ ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം. രക്ഷാനുഭവം നഷ്ടമായി പോയി. ആമേൻ. ആ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ പങ്കാളികളാണ് സ്നാനം ഏറ്റിരിക്കും നിങ്ങൾ അറിയുന്നില്ലയോ? അതിന്റെ 4-ാം വാക്യം. അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. അപ്പോൾ നമ്മൾ ഇത് വ്യക്തമായി പറയണം. എന്റെ പഴയ മനുഷ്യരെ കുഴിച്ചിട്ടു. അതിനാണ് ദൈവോത്തരം കാൽവരിയിൽ തകർക്കപ്പെട്ടത്. ആശ്രയവും ആരാധനയും മഹത്വവും കാൽവരിയിൽ തകർക്കപ്പെട്ട ദൈവപുത്രനിലേക്ക് പോകുന്നെങ്കിൽ മാത്രമേ നിന്നിലെ പരിശുദ്ധാത്മാവ് ബലപ്പെടുകയുള്ളൂ. പരിശുദ്ധാത്മാവ് നിന്നെ എടുത്ത് ഉപയോഗിക്കത്തുള്ളൂ. അനേകർ 2-3 അന്യഭാഷ പറഞ്ഞിട്ട് പുറകെ ചാരിയിരിക്കുന്നത് കണ്ടതാണ്. എന്താണെന്നറിയാവോ? ഇതുവരെയും ദൈവം പ്രതീക്ഷിക്കുന്ന ഫലം പുറപ്പെടുവിച്ചിട്ടില്ല. ഇതുവരെയും അവൻ പുറത്തു വന്നിട്ടില്ല. ഇതുവരെ ദൈവം പ്രതീക്ഷിക്കുന്ന നിലവാരത്തിൽ വളർച്ച വന്നിട്ടില്ല. അതാണ് അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ വന്ന വലിയ അപകടം എന്നുള്ളത്. ഇന്ന് പകൽ നേരം ഒന്ന് മടങ്ങി വരട്ടെ. നിന്നെ വിളിച്ച പദ്ധതിയിൽ നിന്നും തിരിച്ചറിയ. മനുഷ്യരെ പ്രസാദിപ്പിക്കല്ലേ. സംഘടനകൾ നൽകുന്ന ലേബല് നിന്നെ ദൈവരാജ്യത്തിൽ എത്തിക്കുകയില്ല. അടുത്ത വായിച്ചേ. ക്രിസ്തു മരിച്ചിട്ട് ജീവിച്ചെഴുന്നേറ്റതുപോലെ കണ്ടോ? ജീവന്റെ പുതുക്കം ഇത് അനുദിനം ഉണ്ടാകണം. നീ രക്ഷിക്കപ്പെട്ട നാൾ മുതൽ ഇന്ന് 2024 2010 ഞാൻ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു. 2024 കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. ഞാൻ രക്ഷിക്കപ്പെട്ട നാൾ മുതൽ ഇന്ന് വരെ എന്റെ ആത്മവലങ്ങളും ഭൗമമണ്ഡങ്ങളും എല്ലാം ദൈവം ക്രമീകരിച്ചു കൊണ്ടിരുന്നു. അതിൽ പുതുക്കം വന്നുകൊണ്ടിരുന്നു. ആത്മീക ശുശ്രൂഷയിൽ പുതുക്കം വന്നുകൊണ്ടിരുന്നു. അത് ദൈവത്തിന്റെ ആത്മാവിന് കീഴ്പ്പെട്ടതുകൊണ്ടാണ് സംഭവിച്ചത്. അതുപോലെ എന്നെ കേൾക്കുന്നവരെ, നീ രക്ഷിക്കപ്പെട്ട നാൾ മുതൽ ഇന്ന് വരെ നിന്റെ ജീവിതത്തിൽ രൂപാന്തരം വരുന്നില്ലെങ്കിൽ മകനെ മകളെ നിന്നിൽ പരിശുദ്ധാത്മാവ് ഇടപെടുന്നുണ്ടോ എന്ന് വളരെ ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ ആത്മാവ് നിന്നെ വിട്ടു പോയത്?
നീ ആത്മാവ് കൊണ്ട് തുടങ്ങിയത് ജഡം കൊണ്ട് സമാപിക്കുന്നത് എന്തുകൊണ്ടാണ്? ഹല്ലേലൂയ. നീ പലതും ജീവിതത്തിൽ മറന്നുപോയി. എന്താ മറന്നുപോയത്? വീട് വെക്കാനും ജോലി കിട്ടാനും മക്കളെ പഠിപ്പിക്കുന്നതും അക്കൗണ്ടിൽ കാശുണ്ട്, ഇതൊന്നും അല്ല നീ മറന്നു. അതൊക്കെ നിനക്ക് നല്ല ഓർമ്മയാ. നിനക്ക് ബോധമില്ലാതെ പോയത് പരിശുദ്ധാത്മാവ് നിന്നെ വിട്ടുപോകാൻ കാരണമായി തീർന്നത്. ദൈവത്തിന്റെ ആത്മാവിന് വേണ്ട വചനം നിന്നിൽ നിന്ന് കൊടുക്കുവാൻ നീ താല്പര്യപ്പെട്ടില്ല. അതൊരു കുഴപ്പമാണോ? ഒരു കുഴപ്പമുള്ളൂ. ഇവിടെ എല്ലാം നേടാം, അക്കരെ നാട്ടി പോകില്ലെന്ന് മാത്രമേ ഉള്ളൂ. ആമേ. വായിച്ചേ അടുത്ത്. അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരാണെങ്കിൽ അപ്പോൾ മനസ്സിലാക്കണം, ആര് രക്ഷിക്കപ്പെട്ടവരെന്താ അവരുടെ ജീവിതത്തിൽ എന്താ സംഭവിക്കുന്നത്? അവർ ദൈവ കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ വ്യക്തമായി ഇവിടെ പറയുന്നു. സ്തോത്രം. ആ വായിച്ച വാക്കുകൾ നിങ്ങൾ വായിച്ചോ? അപ്പോൾ ക്രൂശ് മരണത്തിൽ ദൈവപുത്രൻ നമുക്ക് വേണ്ടി പകരക്കാരനായി ക്രൂശ് സഹിച്ച സകല കഷ്ടങ്ങളും വേദനകളും എനിക്ക് വേണ്ടിയാണ്. അത് എന്റെ കഷ്ടങ്ങൾക്ക് വേണ്ടിയാണ് അവൻ കാൽവറിയിൽ സഹിച്ചത് എന്ന് ഏകീഭവിച്ചവരാണെങ്കിൽ, അവ സ്നാനപ്പെട്ടവരാണെങ്കിൽ അപ്പോൾ മനസ്സിലാക്കണം, ആ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. പക്ഷെ ഇവിടെ ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞ് നിങ്ങളെ മയക്കി കളഞ്ഞത് ആരാന്നാ ചോദിച്ചിരുന്നത്. കണ്ടോ? സ്നാനപ്പെട്ടത് കൊണ്ട് പോകുന്നില്ല. ഇതിന്റെ ഇടയിൽ ഒരു മയക്കം വരുന്നുണ്ടെന്ന് പൗലോസ് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഇടയിൽ ദൈവം പ്രതീക്ഷിക്കുന്ന ഫലം നിന്നിൽ നിന്ന് പുറപ്പെടുന്നില്ലെങ്കിൽ, ആത്മീകത്തിൽ നീ മന്ദതയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം, നീ നിന്റെ അടിസ്ഥാനങ്ങളെ ഒന്നും കൂടെ പരിശോധിക്കണം. നിന്റെ ആഴങ്ങളിലേക്ക് നീ നിന്റെ കണ്ണ് തിരിക്കണം. നീ കടന്നു വന്ന പാവയല്ല, നിന്നെ വെട്ടിയെടുത്ത ദിവസത്തിലേക്ക് നീ നോക്കണം. നിന്നെ വചനമാകുന്ന വാളുകൊണ്ട് പാപത്തിന്റെ ബന്ധനങ്ങളിൽ നിന്ന് വെട്ടിയെടുത്ത് നിന്റെ കൃപയിൽ നിന്ന് നിന്നെ ചേർത്തൊട്ടിച്ചെങ്കിൽ നീ ഇന്ന് പകൽനേരം അത് തിരിച്ചറിയാൻ മറന്നു പോകരുത്. ആമേൻ. ഹല്ലേലൂയ. ആ വാക്യം ഒന്ന് വായിച്ചേ. വായിച്ചോ. ഏകീഭവിക്കും. അടുത്ത വാക്യം ഇവിടെ ശ്രദ്ധിക്കണം. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യനെ ഇവിടെ നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അപ്പോൾ നാം എപ്പോഴും തിരിച്ചറിയണം, എന്റെ പഴയ മനുഷ്യനെ, പഴയ സൃഷ്ടിയെ കാൽവരി തകർക്കപ്പെട്ട ദൈവപുത്രനാകുന്ന യേശുക്രിസ്തുവിനെ ക്രൂശിച്ച് അവനോടുകൂടെ കല്ലറയിൽ വെച്ചപ്പോൾ എന്നെയും അവനോടുകൂടെ അടക്കി എന്ന് അറിയണം. ഇത് മറന്നു പോകരുത്. അറിയണം. നീ അറിഞ്ഞിരുന്നെങ്കിൽ മാത്രം നീ മയക്കം പിടിക്കാതിരിക്കത്തുള്ളൂ. ആമേൻ. 10 പേര് മണവാളിനെ നോക്കാനായിട്ട് വന്നിരുന്നു. 5 പേര് ബുദ്ധിയുള്ളവരും 5 പേര് ബുദ്ധിയില്ലാത്ത അവസ്ഥയിലിരുന്നു. അല്ലേ? എന്ത് സംഭവിച്ചു? ബുദ്ധിയുള്ളവരുടെ മണവാളിന്റെ കൂടെ പോയി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം, വിളക്ക് കയ്യിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ലാമ്പ് കത്തുന്ന വിഷയമല്ല പറയുന്നത്. നിന്നിൽ ദൈവത്തിന്റെ കൃപ ജ്വലിക്കുന്നില്ലെങ്കിൽ മണവാളനോട് കൂടെ എടുക്കപ്പെടുകയില്ല. ഇന്നും ചിലർക്ക് സ്നാനപ്പെട്ടിട്ട് 20, 15, 30 വർഷമായി. എന്നോടുകൂടെ സ്നാനപ്പെട്ട പലർക്കും ഇപ്പോഴും അറിയത്തില്ല എന്താ രക്ഷിക്കപ്പെടുക, ഏതിൽ നിന്നാ രക്ഷിക്കപ്പെടുക, സ്നാനപ്പെടുന്നതിന്റെ ഉദ്ദേശം എന്തായിരുന്നു, ഇന്നും അറിയത്തില്ല. പ്രായം 70 കാണും, പക്ഷെ സത്യം അറിയത്തില്ലാത്ത മന്ദബുദ്ധിയുണ്ട്. അവിടെ വചനം പറയുന്നു, ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, ഇങ്ങനെ ബുദ്ധിശൂന്യന്മാർ ഒത്തിരിയുണ്ട്. മാനസാന്തരപ്പെടണം, പാപം ഏറ്റുപറഞ്ഞ് പാപം ചെയ്യാതെ ജീവിതത്തെ ക്രമീകരിക്കണം. ആമേൻ. വായിച്ച അടുത്ത വാക്യം വായിച്ചാണ്. പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ കണ്ടു അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. പ്രശ്നങ്ങളും പ്രതിസന്ധികളും മരുഭൂമിയുടെ അനുഭവങ്ങളും കഷ്ടനഷ്ടങ്ങളും ശോധനകളും ജീവിതത്തിൽ വരുമ്പോൾ നീ മറന്നുപോകരുത്, എന്റെ പഴയ മനുഷ്യനെ 2010 മെയ് 22 ഞാൻ അവനോടുകൂടെ അടക്കി എന്ന് വിൻസെന്റ് അറിയുന്നത് പോലെ നിങ്ങളും തിരിച്ചറിയണം. സ്നാനപ്പെട്ട ദിനം അന്ന് എന്റെ പഴയ മനുഷ്യനെ, പാപ മനുഷ്യനെ അടക്കിയിട്ടാണ് ജീവിക്കുന്നത്.
ആമേൻ, ഹല്ലേലൂയ. ഇന്ന് അനേക പ്രസ്ഥാനങ്ങൾ രക്ഷാനുഭവം നഷ്ടപ്പെട്ട് കിടക്കുകയാണ്. ആർക്ക് അനേകർ മറന്നു പോവുകയാണ്. പലർക്കും പറയാൻ സാധിക്കുന്നില്ല ഇതെന്താന്ന് പോലും. ആമേൻ, ഇന്ന് പകൽ നേരം ഒന്ന് മടങ്ങി വരണമേ. ദൈവം പ്രതീക്ഷിക്കുന്ന ഫലം നിന്നിൽ നിന്ന് പുറപ്പെടുവാൻ ഇടയായി തീരണം. എന്തുകൊണ്ടാ ദാവീദ് പറയുന്നത്, ഞാൻ യഹോവയെ ഞാൻ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേൽ ഇരിക്കും. ആരെയാണ് നീതീകരിക്കുന്നത്? യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട യേശു ക്രിസ്തുവിനോട് അവന്റെ മരണ സദൃശ്യത്തോട് ഏകീഭവിച്ചവരാണ് നീതിമാന്മാർ. ആമേൻ, സ്തോത്രം. അവനോടുകൂടെ അടക്കപ്പെട്ടു, പാപമനുഷ്യനെ അടക്കം ചെയ്തവരാണ് നീതിമാന്മാർ. സ്തോത്രം, ഹല്ലേലൂയ. അവർക്ക് മാത്രമാ രക്ഷയുള്ളൂ എന്ന് മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ വായിച്ച വാക്യത്തിന്റെ വായിക്കുമ്പോൾ സ്തോത്രം, അവിടെ പറയുന്നത് നേരെ സ്തോത്രം, ആ വായിച്ച വാക്യം, അടുത്ത വാക്യം വേഗം വായിക്കും. നമ്മൾ ക്രിസ്തുവിനോട് കൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ എന്ന് വിശ്വസിക്കുന്നു. അടുത്തത് മരിക്കുകയില്ല, മരണത്തിന് അവന്റെ മേൽ ഇനി കർത്തൃത്വമില്ല എന്ന് നാം അറിയുന്നു. ഇതൊക്കെ അറിയുന്നുണ്ടോ? ഇനി മരണത്തിന് അടിപ്പെടുന്ന ഒരു ശരീരമല്ല ക്രിസ്തുവിനുള്ളത്. അവനോടുകൂടെ നമ്മുടെ പഴയ മനുഷ്യനെ അടക്കിയാൽ നാം ഒരു രൂപാന്തരം പ്രാപിച്ച് കർത്താവിന്റെ സന്നിധിയിൽ എടുക്കപ്പെടും. ആമേൻ. അപ്പോൾ നീതീകരിക്കപ്പെടുന്നവർ മാത്രമാ ദൈവരാജ്യത്തിന് അവകാശമാകുന്നുള്ളൂ. ആമേൻ. വായിച്ചാട്ടെ. അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു, അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കണം, അവൻ ഒരിക്കലായിട്ട് മരിച്ചു, അവൻ ജീവിക്കുന്നതോ ദൈവത്തിനായിട്ട് ജീവിക്കുന്നു. അടുത്തത് നമ്മളോട് പറയുന്ന കാര്യം, ഔവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവർ എന്നും കണ്ട, അവിടെ പറയുന്നത് പാപസംബന്ധമായി മരിച്ചവർ എന്നും ക്രിസ്തുവേശു ദൈവത്തിന് ജീവിക്കുന്നവർ എന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. അപ്പൊ ഇതൊക്കെ നമ്മൾ എണ്ണണം, അറിയണം, ചിന്തിക്കണം. ഇത് ചിന്തിക്കുന്നില്ല ചിലര്, ഇത് അറിയുന്നില്ല ചിലര്, ചിലരും മറന്നുപോയി, ചിലർക്ക് മയക്കമായി ക്രിസ്തീയ ജീവിതത്തില്. ആമേൻ. അടിസ്ഥാന വചനങ്ങളെ നമ്മളൊന്ന് ഗ്രഹിക്കണം കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ ഉദാഹരണത്തിന് ഇടയായി തീരട്ടെ. വായിച്ചേ, തുടർന്ന് വായിച്ചേ. അതിന്റെ മോഹങ്ങളെ ഇനി വാഴരുത്. സ്തോത്രം. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. അപ്പോ ഇനിയുള്ള കാര്യം എങ്ങനെയാണ്? നമ്മുടെ ഇനിയുള്ള തുടർന്നുള്ള ജീവിതത്തില്, നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴും സ്തോത്രം അനീതിയുള്ള അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഇനി കാണരുത്. അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. കണ്ടോ, അനീതിയുടെ ആയുധങ്ങൾ. അപ്പോൾ നമ്മുടെ ഏതാണ് നമ്മുടെ ആയുധങ്ങൾ? കൈയും കാലും ശരീരത്തിലെ ഓരോ അവയവങ്ങളും നമുക്ക് ആയുധങ്ങളാണ്. ഇത് ഒരിക്കൽ നമ്മൾ പാപത്തിന് കീഴിലായിരുന്നപ്പോൾ, പാപത്തിന് കീഴിൽ അടിമപ്പെട്ട് പാപത്തിന്റെ സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, പാപം ചെയ്യുവാൻ പ്രവർത്തിച്ചിരുന്ന പിശാചിന് അടിപ്പെട്ട് കടന്നിരിക്കുകയായിരുന്നു. പാപം ചെയ്യുന്നവരെല്ലാം പിശാചിന്റെ മകനാകുന്ന പറയും. പാപം ചെയ്യുന്നവരെല്ലാം പിശാചിന്റെ മകനാകുന്നു എന്ന് വചനം പറയുന്നു. അപ്പോൾ ഇത് തിരിച്ചറിയുമ്പോൾ, പാപം ചെയ്യുവാൻ വരുമ്പോൾ നീ തിരിച്ചറിയണം, ഞാൻ രക്ഷിക്കപ്പെട്ടതാണ്, എന്റെ പഴയ മനുഷ്യൻ അവനോടുകൂടെ അടക്കിയതാണ്. ഞാൻ സ്വന്തം എന്റെ ശരീരത്തെ പാപത്തിന് വേണ്ടി ഞാൻ ഇനി വിധേയപ്പെടുത്തരുത്. ഇത് ഓരോരുത്തരും, ഓരോ ദൈവമക്കളും ഇത് തിരിച്ചറിഞ്ഞേ മതിയാകത്തുള്ളൂ. ആമേൻ. വായിച്ചാട്ടെ. നിങ്ങളുടെ അവയവങ്ങളുടെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. ആമേൻ. അടുത്തത്. അപ്പോൾ മനസ്സിലാക്കണം, നമ്മൾ പാപം ചെയ്യാൻ വരുമ്പോൾ നമ്മൾ ചിലർക്ക് നാവിനൊട്ടും കൺട്രോളില്ല. ചിലർ ദേഷ്യം വായി വരുന്നൊക്കെ വിളിച്ചു വരും. ചിലരാണ് നുണ പറയും. ചിലർ ഈ പൊങ്ങച്ച വകത്തുണ്ട്. ചിലർക്ക് അഹങ്കാരമുണ്ട്. ചിലർക്ക് മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുന്ന സ്വഭാവമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള പല സ്വഭാവങ്ങൾ ചെയ്യാൻ തൽപരരായിട്ട് വരുമ്പോൾ പറയണം, ഞാൻ എന്റെ പഴയ മനുഷ്യനെ ക്രൂശിച്ചതാണ്, ഞാൻ എന്റെ നാവിനെ ക്രൂശിച്ചതാണ്, എന്റെ ഈ അഹങ്കാരത്തെ ഞാൻ ക്രൂശിച്ചതാണ്, എന്റെ നന്ദേടത്തെ ഞാൻ ക്രൂശിച്ചതാണ്, ഈ വക എല്ലാ പാപ സ്വഭാവത്തെ ഞാൻ ക്രൂശിച്ചതാണ് എന്ന് ദൈവസന്നിധിയിൽ ഓർത്ത് ആ പ്രവൃത്തികളെ ചെയ്യാതെ വണ്ണം ആത്മാവിന് കീഴ്പ്പെടണം, വിധേയപ്പെടണം.
ആമേൻ. അതിനാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. പുസ്തകവും ബൈബിളും കഷത്തി വെച്ചോണ്ട് എല്ലാ ഞായറാഴ്ചയും സഭായോഗം പോയി കൂടി അവിടെ എന്തെങ്കിലും ചെയ്തിട്ട് PYPയും യൂട്യൂബിനും കണ്ടിട്ട് വീട്ടിൽ വന്ന് കിടന്ന് തെറിയും ബഹളം ഉണ്ടാക്കുന്നതല്ല ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. നിന്റെ വ്യക്തിപരമായ ജീവിതത്തില് സ്വന്തം പാപത്തെ ജയിച്ച് മുന്നേറണം. ഇത് സ്വർഗം നോക്കുന്നുണ്ട്. ആകെ സാക്ഷികൾ ഇത്ര വലിയൊരു സമൂഹം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. മനസ്സിലായോ? സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും ഇട്ട് മുമ്പിൽ വെച്ചിട്ട് ഓട്ടം സ്ഥിരതയോടെ ഓടണം. അവര് നോക്കുകയാണ്. ഈ ഓടി ജയിച്ചവർ നോക്കിയിരിക്കുകയാണ്. ഇതേ പ്രായത്തിൽ ഓടി വരുന്നവരെ സ്വർഗം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കടലിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. ഇതേ പ്രായത്തിൽ ഓടി വരുന്ന ഈ തലമുറയിൽ പെട്ടവരെ സ്വർഗം നോക്കിയിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, അക്കരെ നാട്ടിൽ നീ എത്തുവോ? അക്കരെ നാട്ടിൽ നീ ചെല്ലുവാനുള്ള സാധ്യതയുണ്ടോ? ഇന്ന് പലനേരം നീ നിന്നെ തന്നെ ഒന്ന് പരിശോധിക്കുവാൻ ഇടയാകട്ടെ. വിശുദ്ധ കടലിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. ആ വാക്ക് നീ വായിച്ചാട്ടെ. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളാക്കി അരുത്. ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും. കാരണം എന്താ? ഇതൊക്കെ സമർപ്പിച്ചുകൊള്ളുവിൻ. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകയാൽ അപ്പോൾ മനസ്സിലാക്കണം, പാപത്തെ ജയിക്കണമെന്നുണ്ടെങ്കിൽ ഈ തിരിച്ചറിവുകൾ നമുക്കുണ്ടാകണം. സ്തോത്രം. അവിടെ വചനം പറയുന്നത് അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി സ്തോത്രം കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. അപ്പോൾ നമ്മളെ ദൈവ കോപത്തിൽ നിന്ന് രക്ഷിച്ചത് ദൈവത്തിന്റെ കൃപയാലാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ടത് ഏതിൽ നിന്നാണ് രക്ഷിക്കപ്പെട്ടത്? ദൈവ കോപത്തിൽ നിന്നാണ് നാം രക്ഷിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് 34-ാം സങ്കീർത്തനം ഇന്ന് ആരംഭത്തിൽ എടുക്കുവാനുണ്ടായിരുന്നത്. കാരണം അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, കുഞ്ഞാന്റെ രക്തത്താൽ കഴുകപ്പെട്ട വിശുദ്ധന്മാരാണ് നീതിമാന്മാര്. കുഞ്ഞാന്റെ രക്തത്താൽ കഴുകപ്പെട്ട് വിശുദ്ധ നയിക്കുന്നവരാണ് നീതിമാന്മാർ. അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുള്ളൂ. അതുകൊണ്ടാണ് നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു. കാരണം എന്നാ? പ്രിയ പുത്രന്റെ രക്തത്താൽ കഴുകപ്പെട്ടവരുടെ നിലവിളി പുത്രന്റെ നിലവിളിയോട് തുല്യമാണ്. മനസ്സിലാക്കണം. സകല കഷ്ടങ്ങളിൽ നിന്ന് അവരെ വിടുവിച്ചു. മനസ്സിലാക്കണം. പ്രിയപുത്രൻ അവർക്ക് വേണ്ടി സകല കഷ്ടങ്ങളിൽ ലോകത്തിൽ സഹിച്ച് അവർക്ക് വേണ്ടി പ്രായശ്ചിത്തവും മറുപടിയായി തീർന്നെങ്കിൽ അവന്റെ രക്തത്താൽ കഴുകപ്പെടുന്നവരുടെ മേല് കഷ്ടം വരാതെ വണ്ണം സ്വർഗം അവന്റെ മേൽ കൃപ നൽകി അവരെ വഴി നടത്തുവാൻ ഇടയായി തീരും. കഷ്ടങ്ങൾ മാറുകയല്ല, കഷ്ടങ്ങൾ ദൈവത്തിന്റെ കൃപ ലഭിക്കുകയാണ് ചെയ്യുന്നത്. മരുഭൂമി ഇല്ലാതെ വരികയല്ല, മരുഭൂമിയിൽ നടക്കുവാൻ ദൈവം കൃപ നൽകുകയാണ് ചെയ്യുന്നത്. ഈ കൃപയിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നവരാണ്, കൃപ നഷ്ടപ്പെട്ടു പോകുന്നവരാണ് ഈ മരുഭൂ യാത്രയിൽ പട്ടുപോകുന്നത്. മനസ്സിലാക്കണം. അപ്പോൾ ഈ വായിച്ച സങ്കീർത്തനത്തിന്റെ അകത്ത് ഈ വെളിച്ചത്തിലാണെങ്കിൽ ആരാണ് യഥാർത്ഥത്തിൽ ആരുടെ പ്രാർത്ഥനയാണ് സ്വർഗം കേൾക്കുന്നത്? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അവരുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ക്രിസ്തുവിൽ വീണ്ടും ജനനം പ്രാപിച്ചവർക്ക് മാത്രമേ എന്തുള്ളൂ? വീണ്ടും ജനനമുള്ളൂ. അവർക്ക് അവരുടെ പ്രാർത്ഥനയ്ക്ക് സ്വർഗം മറുപടി കൊടുക്കുന്നുള്ളൂ. അവിടെ വചനം വായിക്കുന്നത്, നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു. അടുത്ത് സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. 17-ാം വാക്യം 34-17. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. മനസ്സിലാക്കി. കുഞ്ഞാന്റെ രക്തത്താൽ കഴുകപ്പെട്ടവർ സ്തോത്രം അവരുടെ ഹൃദയം കലങ്ങിയാൽ, അവരുടെ ഹൃദയം നുറുങ്ങിയാൽ, അവരുടെ മനസ്സ് തകർന്നാൽ സ്വർഗം അതിന് പരിഹാരം നൽകിയിരിച്ചു. മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ആരംഭത്തിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഏതൊരു പാപമനുഷ്യന്റെ പാപത്തെ ഏറ്റുപറഞ്ഞുകൊണ്ട് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വെള്ളത്തിൽ സ്നാനമേറ്റ് യേശു ക്രിസ്തുവിനോട് ചേരണം. എങ്കിൽ മാത്രമേ അവന്റെ പ്രാർത്ഥന സ്വർഗം കേൾക്കുകയുള്ളൂ. ആമേൻ. സ്നാനപ്പെട്ട് യേശു ക്രിസ്തുവിനോട് ചേരാത്ത ഒരുവന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നില്ല. ചിലര് ചോദിക്കുന്ന ചോദ്യം കേട്ടാ വളരെ കോമഡിയാ. ഞങ്ങൾ പ്രാർത്ഥിച്ചു പാസ്റ്ററെ, നിങ്ങൾ പറയുന്ന പോലെ ഞങ്ങൾക്ക് വീട് കിട്ടി, വണ്ടി മേടിച്ചു, വീട് വെച്ചു, മക്കളെല്ലാം വിദേശം അയച്ചു, ഇഷ്ടം പോലെ ബാങ്ക് വാസുണ്ട്. ഞാൻ പറയട്ടെ, ഇത് പാപികൾക്ക് വെച്ചിരിക്കുന്നതാണ്. ഇത് ഇവിടെ കിട്ടിയേ അറിയാകത്തുള്ളൂ. പക്ഷെ നിന്റെ ആത്മാവ് സ്വർഗത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ നിന്റെ പാപം ഏറ്റുപറഞ്ഞ് വീണ്ടും ജനനം പ്രാപിക്കുന്നില്ലെങ്കിൽ നീ അക്കരെ നാടിന്റെ പരിസരത്ത് നീ എത്തത്തില്ല. ഹല്ലേലൂയ. നീ വീണ്ടും ജനിക്കാതെ ഒരിക്കലും ദൈവരാജ്യത്തിൽ പോകുന്നില്ല. ആമേൻ. ചിലര് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഭൗതികമായ നന്മകൾ പ്രാപിക്കുന്നത് ദൈവാനുഗ്രഹത്തിന്റെ ലക്ഷണങ്ങളാണ്. അയ്യോ, ഹല്ലേലൂയ. വചനം പറയുന്ന നീ മുഴുലോകം നേടിയാലും നിന്റെ ആത്മാവിനെ നഷ്ടമാക്കി കളഞ്ഞാൽ എന്ത് പ്രയോജനമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ മുഴുലോകം നേടിയിട്ട് ആത്മാവിന് നഷ്ടമായി പോകുമെന്ന് മനസ്സിലായോ? ഹല്ലേലൂയ. അപ്പൊ മുഴുലോകം നേടുന്നത് അനുഗ്രഹത്തിന്റെ ലക്ഷണമല്ല കേട്ടോ.
ഹല്ലേലൂയ. മനസ്സിലാക്കണം, ഇത് ചപ്പും ചവറുമാ. നിനക്ക് ജീവനത്തിന് വേണ്ടതെല്ലാം കർത്താവിൽ ഒരുക്കുന്നു. അത് എന്തായാലും പ്രാർത്ഥിന്റെ ആത്മാവിൽ നീ ഒരുക്കമുള്ളവനായിരിക്കണം. ഇതാ ദൈവം പ്രതീക്ഷിക്കുന്നത്. അത് ഒത്തിരി പേർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം കർത്താവിന്റെ പറഞ്ഞിട്ടുണ്ട്, നാശത്തിലേക്ക് പോകുന്ന വഴി വിശാലോ, അതിൽ കടന്നു പോകുന്ന അനേകരത്രേ. രക്ഷയിലേക്ക്, നിത്യജീവനിലേക്ക് പോകുന്ന വഴി ഇടുക്കവും, അത് കണ്ടെത്തുന്നവർ ചുരുക്കവും അത്രേ. മനസ്സിലാക്കണം, ഇത് ചുരുക്കം ചിലർ കണ്ടെത്തുന്ന മാർഗമാണ്, ഇടുങ്ങിയ മാർഗമാണ്. ഇതിലൂടെ കടന്നു പോകുന്നവർ ചുരുക്കമാണ്. ഇന്ന് ഈ പറയുന്ന പ്രസംഗങ്ങൾ അനേകർക്ക് ഇടുക്കമായിട്ടും ഞെരുക്കമായിട്ടും തോന്നും. കാരണം എന്താ? അത് ഈ മാർഗത്തിന്റെ പ്രത്യേകതയാണ്. അതിലൂടെ കടന്നുപോയവർ അക്രമാട്ടിലെത്തും. അനേകർ വിശാലമായ മാർഗം സ്വീകരിച്ചു പോകും. പക്ഷെ ഒറ്റക്കാര്യം, നിന്റെ മൂക്കിൽ അവസാന ശ്വാസം നിലച്ചു കഴിയുമ്പോൾ പിന്നീട് മടങ്ങി വരുവാൻ കഴിയാത്തൊരു രാജ്യത്തിലേക്ക് നീ എന്ന് എത്തിപ്പെടും. അവിടെ നിന്നുകൊണ്ട് ധനവാനോടുകൂടെ ലാസറിനെ നോക്കിയതുപോലെ നോക്കാം മുകളിലേക്ക്. അവിടെ വിശുദ്ധന്മാർ, നീതീകരിക്കപ്പെട്ടവർ, നീതിമാന്മാർ ദൈവ രാജ്യത്തിന് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നീ ഇന്ന് പരിഹസിക്കും, ദൂഷിക്കുകയും നിന്ദിക്കുകയും ചെയ്തവരുടെ വിരളം നോക്കി എന്റെ നാവിന് തണുപ്പിക്കുവാൻ അവരെന്ന് അയക്കണമേ എന്നുള്ള നിന്റെ നിലവിളിക്ക് വേണ്ടി നീ പോകരുത്. ഒരുവൻ അവിടെ ചെന്ന് നിലവിളിച്ചു. തന്റെ വഴിയിൽ കിടന്ന ലാസറിനെ ഗ്രഹിച്ചില്ല. അവൻ ഇവർക്ക് രണ്ടുപേർക്ക് അബ്രഹാമിനെ അറിയാമായിരുന്നു. തന്റെ വഴി കിടന്ന ദരിദ്രന് ദൈവത്തെ അനുഭവിച്ച അറിയുമായിരുന്നു. ഇവൻ അറിവേ ഉണ്ടായിരുന്നുള്ള അനുഭവം ഇല്ല. മനസ്സിലാക്കണം, നിന്റെ പണവും സമ്പത്തും ഉയർച്ചയും നിനക്ക് ദൈവത്തെ അനുഭവിക്കാൻ ഇടർച്ചയാണെങ്കിൽ മനസ്സിലാക്കണം, അവനെ എറിഞ്ഞു കളഞ്ഞാൽ ദൈവരാജ്യത്തിൽ നിനക്ക് ഫലമുണ്ടാകും. ആമേൻ. പലതും നിനക്ക് ഇടർച്ചയായിട്ട് തീരുമെങ്കിൽ ഇന്ന് പകലും മടങ്ങി വരുവാൻ ഇടയായി തീരണം. അതുകൊണ്ട് നീ നീതീകരിക്കപ്പെട്ടത് യേശുവിന്റെ രക്തത്താലാണ്. യേശുവിന്റെ രക്തത്തിൽ നീതീകരിക്കപ്പെട്ട നീ വെള്ളത്തിൽ സ്നാനപ്പെട്ട് അവന്റെ ക്രൂശുമരണത്തോട് നീ അനുരൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിലൂടെ വചനം പറയുന്നു, അവന്റെ ഹൃദയം സ്നാനപ്പെട്ട് ദൈവകൃപയിലേക്ക് അഭിഷേകം പ്രാപിച്ചു വന്നിരിക്കുന്നവന്റെ ഹൃദയം കലങ്ങുമ്പോൾ എന്ത് ചെയ്യും? അവൻ സമീപസ്ഥനായിട്ട് ഇറങ്ങി വരും. അടുത്തത്, അങ്ങനെയുള്ളവരുടെ മനസ്സ് തകർന്നിട്ടുണ്ടെങ്കിൽ അവൻ കർത്താവ് രക്ഷിക്കുകയും ചെയ്യും. അടുത്തത്, നീതിമാന്റെ അനർത്ഥങ്ങൾ. വായിച്ചേ. അപ്പൊ നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു. അടുത്ത, but the Lord delivers him out of them all. അപ്പൊ മനസ്സിലാക്കണം, എല്ലാത്തിൽ നിന്നും ദൈവം അവരെ വിടുവിക്കും. ആർക്കാ വിടുതല്? കുഞ്ഞാന്റെ രക്തത്തിൽ കഴുകപ്പെട്ട് വീട്ടിൽ ജനനം പ്രാപിച്ച് വെള്ളത്തിൽ സ്നാനപ്പെട്ട് കർത്താവായ യേശുക്രിസ്തു രക്ഷകർത്താവ് സ്വീകരിച്ച് അവരുടെ ആത്മാവ് നടത്തപ്പെടുന്നവർ, അവരുടെ ജീവിതത്തിലെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു. എല്ലാറ്റിൽ നിന്നും ദൈവം അവരെ വിടുവിക്കും കേട്ടോ. വിടുവിക്കുന്ന ദൈവത്തെയാണ് സേവിക്കുന്നത്. ഈ സംരക്ഷണം വേണോ? ലോകത്തിന്റെ മോഹം വേണോ? അനേക രക്ഷിക്കപ്പെടാതെ കിടക്കുന്ന ഈ നശിച്ചു പോകുന്ന ലോകത്തിന്റെ മഹത്വവും ബഹുമാനവും പദവികളോ മകനെ ഇത് ശവപ്പെട്ടി വരെയുള്ളൂ. ഇതിന്റെ അപ്പുറമുള്ള പ്രമാണം കേൾക്കുമ്പോൾ നിന്റെ ചെവി കുത്തി അടയ്ക്കരുത്. നീ മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിലേക്ക് മടങ്ങി വരണം. വായിച്ചടുത്ത വാക്യം. കണ്ട, അവന്റെ അസ്ഥികളെല്ലാം അവൻ സൂക്ഷിക്കുന്നു. അടുത്തത്, അവയിലൊന്നും ഒടിഞ്ഞു പോകില്ല. അടുത്തത്, അപ്പൊ അനർത്ഥം ദുഷ്ടനെയാണ് കൊല്ലുന്നത്. ശ്രദ്ധിക്കണം കേട്ടോ, അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു. മനസ്സിലാക്കാം. അപ്പൊ ദുഷ്ടൻ ആരാ? കുഞ്ഞാൻ രക്തത്തിൽ കഴുകപ്പെടാതെ വീണ്ടും ജന്മം പ്രാപിക്കാതെ യേശു ക്രിസ്തുവിന്റെ മരണത്തോടുകൂടെ നമ്മുടെ മരണത്തെ അവനോടുകൂടെ ക്രൂശിക്കപ്പെടാത്തവർ, സ്നാനപ്പെട്ട് യേശു ക്രിസ്തുവിന്റെ ചേരാത്തവരെ അവരെ ദൈവത്തിന് വിളിക്കുന്നു ദുഷ്ടന്മാർ. ദുഷ്ടന്മാരാ. നല്ല പാട്ടുപാടും, കൃത്യം പള്ളിയിൽ പോകും, കൃത്യം ദശാംശം കൊടുക്കും, എല്ലാ സംഘടനയ്ക്കും പേരുണ്ട്. എന്തൊക്കെ പരിപാടി സംഘടന വെച്ചാൽ അതിനകത്തൊക്കെ പോകും. പക്ഷേ പുത്രനാഥൻ യേശു ക്രിസ്തുവിന്റെ ക്രൂശമരണത്തോടുകൂടെ ഒരിക്കലും ഏകീഭവിച്ചിട്ടില്ല, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടില്ല, വീണ്ടും ജനിച്ചിട്ടില്ല. നീ നരകത്തിൽ പോകും നിശ്ചയം. കാര്യം നിനക്ക് ഈ ആയുസ്സിൽ ജീവനുള്ള ദൈവം ഉണ്ടെന്ന് നീ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചാലേ അറിയത്തുള്ളൂ. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്ത ഒരുവനും അങ്ങ് പോകത്തില്ല. രക്ഷിക്കപ്പെട്ടവനെ കൊണ്ടുപോകുവാൻ, ലാസറിനെ കൊണ്ടുപോകാൻ സ്തോത്രം ആര് വന്നു? ദൂതന്മാർ വന്ന് കൊണ്ടുപോയി. ഈ ദൂതന്മാരൊക്കെ വരണമെന്നുണ്ടെങ്കിൽ സ്വർഗത്തിൽ നിന്ന് വിലയുള്ളത്, മുഴുലോകത്തെക്കാളും വിലയുള്ള ആത്മാവ് എവിടെ നിന്ന് പറഞ്ഞ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന് മുദ്ര ചെയ്ത് അവനെ ഒരുക്കി വീണ്ടും ദൈവരാജ്യത്തിലേക്ക് ചേർക്കണം. വിലയുള്ളതിനെ കൊണ്ടുപോകാനാ ദൂതന്മാര് വരുന്നത്. ഇതുവരെ ദൈവത്തെ അറിയാത്തതിനെ കൊണ്ടുപോകാൻ വരുന്നത് ദൂതന്മാരല്ല, അത് പിശാചുക്കളാ വരാൻ പോകുന്നത്. അവൻ വായിച്ച അടുത്തത്, അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു. അപ്പോ ഇതിന് അടുത്ത പ്രൊട്ടക്ഷൻ ശ്രദ്ധിച്ചോ. നീതി ഇങ്ങനെ കുഞ്ഞാൻ രക്തത്തിൽ കഴുകപ്പെട്ടവർക്ക് നേരെ പല്ല് കടിക്കുന്നവൻ സൂക്ഷിക്കണം. രക്ഷിക്കപ്പെട്ടവന് നേരെ ഉപദ്രവം അഴിച്ചു വിടുന്നവൻ സൂക്ഷിക്കണം.
സ്വതന്ത്രം ഈ രക്ഷിക്കപ്പെട്ടവനെതിരെ മടങ്ങി വരുവാൻ ചെയ്യുന്ന ഓരോ ആഭിചാര പ്രവർത്തികളുണ്ട്. ഇതൊക്കെ ചെയ്യുന്നവൻ സൂക്ഷിക്കണം. കാരണം എന്താ? ദൈവം പറഞ്ഞെന്താണ്? നീതിമാനെ പകയ്ക്കുന്നവൻ അവൻ ഏത് വലിയ പുരോഹിതനാണെങ്കിലും ശിക്ഷ അനുഭവിക്കും. മനസ്സിലാവുന്നുണ്ട്? ദൈവത്തിന്റെ വചനം അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. കുഞ്ഞാടിന്റെ രക്തത്തിൽ കഴുകൽ പ്രാപിക്കാത്തവനെല്ലാം ദുഷ്ടന്മാര് തന്നെയാണ്. ആമേൻ, ഹല്ലേലൂയ. അവിടെ വചനം പറയുന്നത് എന്താണ്? യഹോവ അവിടെ അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു, നീതിമാനെ പകയ്ക്കുന്നവൻ ശിക്ഷ അനുഭവിക്കുക. അടുത്ത വാക്യം, കണ്ട യഹോവ തന്റെ ദാസന്മാരുടെ, തന്റെ നീതിമാന്മാരുടെ പ്രാണനെ വീണ്ടുകൊള്ളുന്നു. അടുത്തത് അവനെ ശരണമാക്കുന്നവരാണ് ശിക്ഷ അനുഭവിക്കുകയില്ല. അവിടെ പറയുന്നത് യഹോവ തന്റെ ദാസന്മാരുടെ പ്രാണനെ വീണ്ടുകൊള്ളുന്നു. കണ്ടോ? ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ മനസ്സിലാക്കണം, സ്തോത്രം, കുഞ്ഞാന്റെ രക്തത്തിൽ കഴുകപ്പെട്ടവരുടെ പ്രാണൻ പിതാവിന്റെ കരത്തിലാണ് ഇരിക്കുന്നത്. ആമേൻ. അതുകൊണ്ട് ഇയ്യോബിന്റെ കാര്യത്തിൽ ചോദിച്ചപ്പോ സ്തോത്രം, ഇയ്യോബ് വെച്ച വീടും ഇയ്യോബ് മേടിച്ചു വെച്ച വണ്ടിയും പ്രോപ്പർട്ടിയും മക്കളുടെ സമ്പാദ്യവും അവർക്ക് വന്ന വിസയും എല്ലാം സൂക്ഷിച്ചു വെച്ചു. അതെല്ലാം പിതാവ് വെച്ചു. ഞാൻ എടുത്തോട്ടെ എന്ന് സ്വർഗത്തിലെ പിതാവിനോട് ചോദിച്ചു. പിതാവ് പറഞ്ഞു എല്ലാം എടുത്തോളാൻ പറഞ്ഞു. വീട് എടുത്തോ, ബാങ്ക് ബാലൻസ് എടുത്തോ, എല്ലാം എടുത്തോ, മക്കളെയും കൊണ്ടോ. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, എന്റെ ദാസനാകുന്ന ഇയ്യോബ് ഉണ്ടല്ലോ, അവന്റെ പ്രാണനെ മാത്രം തൊടരുത്. ബാക്കി ശരീരത്തെ വരെ നിനക്ക് തൊടാം, പക്ഷേ പ്രാണനെ മാത്രം തൊടരുത്. മകനെ, മകളെ, പിശാച് കൈനീട്ടി നിന്റെ പ്രാണനെ തൊടുന്നതിലും വലിയ അനർത്ഥം ഏതായിരിക്കുന്നേ. ആമേൻ. ദൈവം അനുവദിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ഇയ്യോബിന്റെ പ്രാണനെ അനുവദിച്ചില്ല. അപ്പൊ മക്കളുടെ പ്രാണനല്ലേ എടുത്തോന്ന് പറഞ്ഞു. അപ്പൊ ഭക്തന്മാരുടെ പ്രാണനാ ദൈവത്തിന് പ്രയോജനം കേട്ടോ. കുഞ്ഞാന്റെ രക്തത്തിൽ കഴുകപ്പെട്ടവരുടെ പ്രാണൻ ദൈവത്തിന് വളരെ വിലയുള്ളത്. അത് അവൻ ഇവനൊന്നും ചോദിച്ചാൽ കൊടുക്കുന്നതല്ല നമ്മുടെ പിതാവ്. മനസ്സിലാക്കണം. അതുകൊണ്ട് അവന്റെ രക്തത്താൽ കഴുകപ്പെട്ടവരായി തീരണം. ആമേൻ. നമ്മൾ എടുത്ത ആ കുറിവാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം ഹല്ലേലൂയ അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നെങ്കിൽ നിരന്ന ശേഷം അവന്റെ മരണത്താൽ അവന്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും. അത്രയുമല്ല, ഇപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായി നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. ഈ പ്രശംസയെ കുറിച്ചാണ് 34-ാം സങ്കീർത്തനത്തിന്റെ അകത്ത് 1 മുതലുള്ള വാക്കുകൾ വായിക്കുന്നത്. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. എന്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു. എളിയവർ അത് കേട്ട് സന്തോഷിക്കും. എളിയവർ ആരാ? യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവരാണ് എളിയവര്. അല്ലാതെ സാമ്പത്തികം കൊണ്ടോ ശാരീരിക കഷ്ടനഷ്ടങ്ങൾ കൊണ്ടോ ഭൂമിയിൽ ഒന്നുമില്ലാതിരിക്കുന്നവരല്ല എളിയവര്. കുഞ്ഞാൻ രക്തത്താൽ കഴുകപ്പെട്ടവരാണ് എളിയവർ. അവർ ദൈവാത്മാവിനാൽ പ്രാപിച്ചതാണ് ആ എളിമ എന്ന് പറയുന്നത്. അല്ലാതെ ഒരു ജഡത്തിനും പാപജഡത്തിനും എളിമ എന്ന ഒരു ഘടകം അവരിൽ ഇല്ല എന്ന് മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവിനാണ് എളിമ പ്രാപിക്കുന്നുള്ളൂ. പരിശുദ്ധാത്മാവിൽ മാത്രമേ താഴ്ച വഹിക്കുന്നുള്ളൂ. ക്രിസ്തുവിനെ ധ്യാനിക്കുന്നവർക്കൊക്കെയും ഇത് നല്ലൊരു മാതൃക മുമ്പിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ എളിയവർ അത് കേട്ട് സന്തോഷിക്കും. ഇതേ മാർഗത്തിലൂടെ കടന്നുപോയവർക്ക് മാത്രമേ അതേ മാർഗത്തിൽ കടന്നു വരുന്നവന്റെ വേദന മനസ്സിലാകത്തുള്ളൂ. അവർക്ക് ഒരുമിച്ച് ഈ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ഇടയായിത്തീരും. ആമേൻ. അവിടെ വായിക്കുന്നത് എന്നോട് ചേർന്ന് യഹോവയെ മഹത്വപ്പെടുത്തുവിൻ, നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക. ആമേൻ. അവിടെ വചനം പറയുന്ന അങ്ങനെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരമാവുകയാണ്. ആമേൻ. നാം ക്രിസ്തുവേശ് ഒരു ശരീരത്തിന്റെ കൂട്ടാളികളാകുകയാണ്. അപ്പോൾ നാം ക്രിസ്തുവേശിൽ ഒരു ശരീരമാകുന്നു. നാം നോക്കുന്ന അപ്പൊ ക്രിസ്തുവേശ് ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ? അപ്പോൾ ആ കർത്താവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മ സഹിക്കുന്നവർ വഹിക്കുന്നവർ മാത്രമാണ് കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളിൽ പങ്കാളികളായി തീരുന്നുള്ളൂ. അവർ മാത്രമായി എളിയവരായി തീരുന്നുള്ളൂ. എളിയവർ അത് കേട്ട് സന്തോഷിക്കും. ആമേൻ. കർത്താവ് വചനങ്ങളെ സ്വർഗ്ഗങ്ങളെ ബലപ്പെടുത്തുമാറാകട്ടെ. ഈ പകൽ നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ദൈവസ്ഥാനം നമ്മളെ തന്നെ പൂർണ്ണമായും നമുക്ക് സമർപ്പിക്കാം. ഒരു വിശുദ്ധമായ ഒരു ജീവിതം നമ്മൾ നയിക്കുവാൻ തക്കവണ്ണം, രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം, രക്ഷാനുഭവം പ്രാപിച്ചവരാണെങ്കിൽ
ഇന്ന് വീണ്ടും പരിശുദ്ധാത്മാവിന്റെ കൃപകളിൽ വീണ്ടും പുതുക്കം പ്രാപിക്കുവാൻ തക്കവണ്ണം നമ്മളതിനെ പൂർണ്ണമായി നമുക്കൊന്ന് സമർപ്പിക്കാം. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. നമുക്ക് ദൈവസന്നിധിയിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത എത്രയോ വലിയ നന്മകളാണ്. ഹല്ലേലൂയ. പലപ്പോൾ അനർത്ഥം നമ്മുടെ മേൽ വന്നപ്പോൾ എന്തുകൊണ്ട് അത് മാറിപ്പോയി? ദുഷ്ടൻ നമ്മുടെ മേൽ അവന്റെ ആയുധങ്ങളെ നമ്മുടെ മേൽ ഉയർത്തിയപ്പോൾ ഒന്നും ഫലിക്കാതെ പോയി. ഇതിന് കാരണം കാൽവറിയിൽ ദൈവപുത്രൻ നമുക്ക് വേണ്ടി പകരക്കാരായി കഷ്ടം സഹിച്ചു. നമ്മൾ വേദനിച്ചപ്പോൾ, ഭാരപ്പെട്ടപ്പോൾ നമ്മളെ തേടി വന്ന അരുവനാഥൻ നമ്മുടെ വേദനകളും കഷ്ടങ്ങളും നമ്മളോടുകൂടി ഇറങ്ങി വന്നു. അങ്ങനെയെങ്കിൽ പിതാവിന്റെ കോപാഗ്നിയിൽ നിന്നാണ്, മഹാകോപത്തിൽ നിന്നാണ് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്ന് പലനേരം കർത്താവിന്റെ കൃപയ്ക്ക് കീഴിലാകുവാൻ, കർത്താവ് പിതാവിന്റെ കോപത്തിന് കീഴിൽ നിന്ന് പിതാവിന്റെ കൃപയിലേക്ക് വരുവാൻ തക്കവണ്ണം യേശുവിന്റെ രക്തം കാരണമായി തീർന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഈ പലനേരം കർത്താവ് ദൂരത്തിൽ ചാർത്തുമായി കേട്ട കർത്താവ് ദൈവത്തിനെ കേട്ട എല്ലാ ദൈവമക്കളും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ നാം മഹത്വപ്പെടണമേ അപ്പ. അങ്ങനെ നാം മഹത്വം എടുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പ തിരുസാൻ മറവിലപ്പാന്ന് സൂക്ഷിക്കണം, ബലപ്പെടുത്തണമേ അപ്പ. തിരുസാൻ ഞങ്ങൾ താഴ്ത്തി സമർപ്പിക്കുന്നു. രക്ഷിക്കപ്പെടാത്തവർ കേൾക്കുന്നെങ്കിൽ അവർ രക്ഷിക്കപ്പെട്ട ദൈവകൃപയിലേക്ക് വരുവാൻ കർത്താവ് സഹായിക്കണമേ അപ്പ. മരണ പൗരോഹിത്യങ്ങള് കർത്താവെ ഹല്ലേലൂയ ലോകത്തിലെ സമുദായങ്ങളുടെ കീഴിൽ ഇന്ന് കർത്താവ് നശിച്ചു പോകാതെ രക്ഷിക്കപ്പെട്ട ക്രിസ്തുവിന് സാക്ഷിയായി തീരുവാൻ, കർത്താവ് ദൈവ പൈതലായി തീരുവാൻ തക്കവണ്ണം സ്വർഗ്ഗം ഇന്ന് പകൽനേരം സഹായിക്കണം, കാത്തു സൂക്ഷിക്കണമേ. കർത്തരുടെ നാമത്വം ഇടപെടുന്നതിനായി സ്തോത്രം, പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധനാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ദൈവസം നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാവുന്നതാണ്. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ ദാനങ്ങളെയും ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കേട്ട വചനങ്ങളെ വഹിച്ചുകൊണ്ട് ആദ്യം